ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശം. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ദീർഘവിസ്താരം എന്നുള്ള ചാപ്റ്ററാണ്. ദീർഘവിസ്താരത്തിൽ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ വസ്തുവിൻ്റെ അളവുകൾ അറിയാമെങ്കിൽ, അതുപോലെ ആ വസ്തുവിൽ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീട് തെക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി, കിഴക്കിനി ഇതിലേത് ആണ് എന്നും കൂടെ അത് നേരത്തെ അറിയാമെന്നുണ്ട്. അതും അറിയണം, വസ്തുവിൻ്റെ അളവുകളും അറിയാമെന്നുണ്ടെങ്കിൽ പ്രസ്തുത വസ്തുവിൽ വയ്ക്കാവുന്ന ഒരു വീട് വയ്ക്കുന്നതിൽ പരമാവധി എത്ര നീളം വരെയാകാം, അതുപോലെ പരമാവധി എത്ര വീതി വരെയാകാം, അത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു, ഒരു കണക്ക് ഹോംവർക്ക് ഇട്ടു. ആ ഹോംവർക്ക് ഇട്ട് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ അത് വീണ്ടും ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് പരമാവധി നീളം, പരമാവധി വീതി. അത് കഴിഞ്ഞിട്ട് ഒരു വീടിൻ്റെ ഉദ്ദേശമുള്ള ഏരിയ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ പടിഞ്ഞാറ്റിനി, കിഴക്കിനി, വടക്കിനി, തെക്കിനി ഇതിലേതാണെന്നും അറിയാമെന്നുണ്ടെങ്കിൽ ആ വിസ്തീർണത്തിനും ആനുപാതികമായിട്ട് അവിടെ വയ്ക്കാവുന്ന വീടിൻ്റെ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും, വാസ്തുവിധികൾ പ്രകാരം ഏറ്റവും ഉത്തമമായ നീളവും വീതിയൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉത്തമമായ നീളവും വീതിയും അതിൻ്റെ ഒരു കണക്ക് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഹോംവർക്ക് ഇട്ടിരുന്നു. ആ ഹോംവർക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഒരു ഹോംവർക്ക്, ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണാനുള്ള ഒരു ഹോംവർക്ക് ക്ലാസ്സിൽ ഇട്ടിരുന്നു. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നോ? ക്ലാസ്സിൽ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. അപ്പൊ ആ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. അപ്പോൾ ഒരെണ്ണം ആദ്യം ക്ലാസ്സിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഹോംവർക്ക് ഇട്ടത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നീടാണ് നമ്മൾ ഉത്തമമായ നീളം കഴിഞ്ഞിട്ടാണ് സ്ഥാനം, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ വാസ്തു മണ്ഡലത്തിൻ്റെ അളവും വീടിൻ്റെ അളവും, ഈ വീട് തെക്കിനി, കിഴക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി ഇതിൽ ഏതാണെന്നുള്ള കാര്യം അറിയാമെങ്കിൽ ഈ വീടിനുള്ള ഉത്തമമായ സ്ഥാനം കാണാം. അതിനുള്ള ഒരു കണക്കുണ്ട്. ആ ഉത്തമമായ സ്ഥാനം കാണുന്നതിനുള്ള അതിൻ്റെയും നമ്മൾ ക്ലാസ്സിൽ ഒരു കണക്ക് ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാലോ? അത് നിങ്ങൾ പറയാം. ആ ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അപ്പോൾ ഒരു കണക്ക് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തപ്പോൾ അത് വേണമെങ്കിൽ ആ കണക്ക്, അതായത് അതിൻ്റെ അവസാനം വന്നിട്ട് വാസ്തു മണ്ഡലത്തിൻ്റെ കന്നിമൂലയിൽ നിന്നും ഇത്ര സെന്റിമീറ്റർ വടക്കോട്ടും ഇത്ര സെന്റിമീറ്റർ കിഴക്കോട്ടും മാറി ഗൃഹത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം, ഇത് എഴുതുന്നതോടെ ആണ് അവസാനിക്കുന്നത്. അത് നമ്മൾ എഴുതിയല്ലോ ആദ്യത്തെ. ഹലോ, അത് ചെയ്തല്ലോ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പൂർണ്ണമായി കാണില്ല. നമുക്ക് ഒന്നുകൂടെ നോക്കാം, അതെടുക്കാം. ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഗ്രഹസ്ഥാനം ഒന്ന് കാണാതെ പിന്നെ ഒന്നുകൂടെ എടുക്കുകയാണ് ഗ്രഹസ്ഥാനം എന്നുള്ളത്. ഗ്രഹസ്ഥാനം നമ്മൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൂർണ്ണമായിട്ടില്ല. നമ്മൾ ഒരെണ്ണം ക്ലാസ് ചെയ്ത് അതിന് ഹോംവർക്ക് പറ്റുന്നു. ഇതിൻ്റെ നമ്മൾ പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കാം. ഗ്രഹസ്ഥാനം കാണുന്നതിന് ആദ്യം അതെങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു ഇത് പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മളത് ചെയ്യും. ഗ്രഹസ്ഥാനം കാണുന്നതിന് വാസ്തുമണ്ഡലം വരച്ച് പരമശായിക പദവിന്യാസം ചെയ്യണം. അപ്പോൾ എപ്പോഴും സ്ഥാനം കാണാൻ 3 വിധത്തിലുള്ള പദവിന്യാസം കൊണ്ട് നമുക്കറിയാം. നവവർഗം, അഷ്ടവർഗം, നവവർഗം, ദശവർഗം. അതിൽ നവവർഗം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസമാണ് മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് പരമശായിക പദവിന്യാസം ചെയ്തിട്ടാണ് നമ്മൾ വീടിൻ്റെ സ്ഥാനം കാണുന്നത്. അപ്പോൾ അതിന് പിന്നെ അതായത് നമ്മൾ ഇതെല്ലാം, അതായത് നാടികൾ, അതുപോലെ 10 നാടികൾ തെക്ക് വടക്ക് ഡയറക്ഷനിലും 10 നാടികൾ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലും വരയ്ക്കുന്നു. ആ നാടികൾ വരച്ചു. അതുപോലെ തന്നെ മധ്യത്തിൽ കൂടെയുള്ള ബ്രഹ്മസൂത്രം, യമസൂത്രം, മൃത്യുസൂത്രം, കർണസൂത്രം, ഈ സൂത്രങ്ങളെല്ലാം വരയ്ക്കും. അത് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഹാമർമ്മങ്ങൾ, 4 മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കണം. അതും അത്രയും കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നെ ഗമനം കാണുന്നത്. പരമാവധി ഗമനം എത്ര കൊടുക്കാം, നമ്മൾ എപ്പോഴും മാക്സിമം ഗമനം എത്ര കൊടുക്കാമോ അത് വേണം കൊടുക്കാൻ. അപ്പോൾ എത്ര പരമാവധി ഗമനം എത്ര കൊടുക്കാം എന്നുള്ള കണ്ടുപിടിച്ചിട്ട് ആ പരമാവധി ഗമനത്തിൽ കൂടാതെ നമ്മുടെ ഗമന നിയമം അനുസരിച്ചുള്ള ഗമനം വേണം കൊടുക്കാൻ. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഒന്നുകൂടെ നോക്കാം, ഒരു കണക്ക് ചെയ്യാം. അതായത് നാഡികൾ, ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം, മഹാമർമ്മങ്ങൾ, ബ്രഹ്മനാഭി എന്നിവ അടയാളപ്പെടുത്തണം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എഴുതിയാണ്. അതുകൊണ്ട് ഇപ്പം കൂടുതൽ ഇതായിട്ട് സമയത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ അടയാളപ്പെടുത്തണം. അതിനുശേഷം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലുള്ള ഗമനങ്ങൾ കാണണം. ഇതെല്ലാം വരച്ചു കഴിഞ്ഞിട്ട് ഗമനം കാണണം. അതായത് മഹാമർമ്മങ്ങളും എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗമനം കാണുന്നത്. ആ ഗമനം അറിയാം. ബ്രഹ്മനാഭിയും 2 ഗമനവും അറിയാമെങ്കിൽ നമുക്ക് ഗ്രഹനാഭി കണ്ടുപിടിക്കാം. അതാണ് അടുത്തത്. ബ്രഹ്മനാഭിയിൽ നിന്നും ഗമനങ്ങൾ കൊടുത്ത് ഗ്രഹനാഭി കാണാം. ഗ്രഹത്തിന്റെ നാഭി ഗ്രഹത്തിന്റെ മധ്യമാണ്. ഗ്രഹത്തിന്റെ നീളവും വീതി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം മധ്യവും അറിയാം, നീളവും വീതി അറിയാമെങ്കിൽ ഗ്രഹത്തിന്റെ സ്ഥാനവും നമുക്ക് കാണാം. ആ ഗ്രഹം എവിടെ വരുന്നുള്ളത് കാണാൻ പറ്റും. അപ്പം ഗ്രഹനാഭി കണ്ടാൽ ഗ്രഹത്തിന്റെ നീളവും വീതി അറിയാവുന്നത് കൊണ്ട് 4 വശങ്ങൾ കണ്ടുപിടിക്കാം. 4 വശങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പടിഞ്ഞാറ് വശവും തെക്ക് വശവും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് വീടിന്റെ കന്നിമൂല. അപ്പോൾ വാസ്തുമണ്ഡല കന്നിമൂല നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ എത്ര മാറിയാണെന്നുള്ളത് നമുക്ക് അത് വാസ്തുമണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും എത്ര സെന്റിമീറ്റർ കിഴക്കോട്ട് എത്ര സെന്റിമീറ്റർ വടക്കോട്ട് മാറി ഗ്രഹത്തിന്റെ കന്നിമൂല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെ ഗ്രഹസ്ഥാനം കാണാവുന്നതാണ്. ഗ്രഹത്തിന്റെ ഭിത്തികളും തൂണുകളും, അതായത് ആ വീടിന്റെ നമ്മളിവിടെ ഗ്രഹസ്ഥാനം കാണുമ്പോൾ ഏറ്റവും വെളിയിലുള്ള 4 ഭിത്തികളെ നമ്മൾ കണക്കിലെടുക്കുകയുള്ളൂ. പിന്നീട് വീടിന്റെ പ്ലാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മർമ്മം നോക്കുക എന്നൊരു ഇതുണ്ട്. അത് കഴിഞ്ഞേ ചെയ്യുള്ളൂ. പക്ഷെ ഇതിപ്പം ഗ്രഹത്തിന്റെ സ്ഥാനം കാണുന്നതിന് ഗ്രഹത്തിന്റെ ഭിത്തികളും തൂണുകളും മർമ്മങ്ങളിലും സൂത്രവീതിയിലും ഒന്നും കയറി വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഏറ്റവും വെളിയിലത്തെ മാത്രമേ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുള്ളൂ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാണ്. തെക്ക് വടക്ക് 2218 സെന്റിമീറ്റർ നീളവും കിഴക്ക് പടിഞ്ഞാറ് 1634 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വസ്തുവിൽ 1590 സെന്റിമീറ്റർ നീളവും 1206 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ഗ്രഹം പടിഞ്ഞാറ്റിനായി ചെയ്യുന്നതിനുള്ള ഉത്തമമായ സ്ഥാനം കാണുക. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ. ഹലോ, അഡ്മിറ്റ് പറയാം. കിഴക്ക് പടിഞ്ഞാറ് ഗമനവും തെക്ക് വടക്ക് ഗമനവും വരെ കണ്ടെത്തി. അതുവരെ കണ്ടു. അത് പിന്നെ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് സ്ഥാനം കണ്ടില്ല. ഇല്ല. ഏതായാലും ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്. കാരണം എപ്പോഴും നമ്മൾ വാസ്തു പ്രകാരം ഒരു വീടിന് സ്ഥാനം കാണണമെങ്കിൽ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തിരിക്കണം. ഇതുപോലെ പടം വരച്ച് ചെയ്തിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീടിന് സ്ഥാനം കാണുമ്പോൾ ഏറ്റവും പരമാവധി ഗമനം വേണം കൊടുക്കാൻ. മാക്സിമം എത്രയും കൊടുക്കാമോ അത് കൊടുക്കണം. വീടിന് സ്ഥാനം കാണുമ്പോൾ ഗമന നിയമം അനുസരിച്ച് കൊടുക്കാവുന്ന പരമാവധി മാക്സിമം ഗമനം കൊടുക്കണം. അപ്പോൾ ആ പരമാവധി ഗമനം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വസ്തുവിൻ്റെ നീളം ഇത് നമ്മൾ എഴുതിയതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് എവിടെയാണ് കുറച്ച് സ്പീഡിലങ്ങ് പോകും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എഴുതിയതാണ്. വസ്തുവിൻ്റെ നീളം 2218 സെന്റിമീറ്റർ ചോദ്യത്തിലുണ്ട്. വസ്തുവിൻ്റെ വീതി 1634 സെന്റിമീറ്റർ. അപ്പോൾ വസ്തുവിൻ്റെ ചുറ്റളവ് നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കണം. 2218 പ്ലസ് 1634 × 2. അപ്പോൾ നമുക്ക് 7704 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കൈക്കണക്ക് പട്ടികയിൽ നോക്കും. കൈക്കണക്ക് പട്ടികയിൽ നോക്കിയിട്ട് 7704 സെന്റിമീറ്റർ കൂടാതുള്ള
ഉത്തമമായ ചുറ്റളവ്. ഇവിടെ വീടിന്റെ ഇത് തന്നിരിക്കുന്നത് നമുക്ക് കിഴക്കിനി, വടക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റിനി, ഇത് ഏതാ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആരും പറയാം, ഏതാ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? പടിഞ്ഞാറ്റി തന്നിട്ടുണ്ട്. പടിഞ്ഞാറ്റി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ പടിഞ്ഞാറ്റിനിക്ക് നമുക്കറിയാം ഏതൊക്കെ യോനി ആകാം. പടിഞ്ഞാറ്റിനിക്ക് പറയാം, ആരും പറയാം. ഇപ്പോഴും ഒരാൾ തന്നെ എല്ലാവരും പറഞ്ഞു പോകണം, ബാക്കി എല്ലാവരും ഇത് പറയണം നമ്മുടെ ആ ഒരു ഇത് മാറാനായിട്ട്. അപ്പൊ അതായത് പടിഞ്ഞാറ്റിനിക്ക് ഒന്ന് പറയൂ, ആരും പറഞ്ഞേക്കൂ ഏതൊക്കെ യോനിയാകാം. ഹലോ, പടിഞ്ഞാറ്റിനിക്ക് വൃഷഭയോനി ഏറ്റവും നല്ലതും ബാക്കി മൂന്നും ഉത്തമവുമാണ്. അതായത് വൃഷഭയോനി അത്യുത്തമവും, ധ്വജം, സിംഹം, ഗജം യോനികൾ ഉത്തമവുമാണ്. ഇത് നാലിൽ ഏതും ആകാം. കാരണം മറ്റേത് മോശമല്ല, ഉത്തമമാണ്. ഒന്ന് അത്യുത്തമമാണ്, മറ്റേതെല്ലാം ഉത്തമമാണ്. അപ്പൊ ഉത്തമവും അപ്പൊ ഈ നാലിൽ ഏതും ആകാം. നമ്മൾ പിന്നെ കൈക്കണക്ക് പട്ടിയെ നോക്കുമ്പോൾ അതിനകത്ത് ഇത് ഒരു ആരോ ഇട്ടേക്കുന്ന ഫ്രം ദ ടേബിൾ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ടേബിൾ നോക്കുമ്പോൾ അതിൽ 7704 ഉത്തമമാണ് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലാക്കുക, 7704 സെന്റിമീറ്റർ അത് ധ്വജയോനിയാണ്, ഉത്തമമാണ്. നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ അപ്പൊ ഇത് ഉത്തമമായതുകൊണ്ട് തന്നിരിക്കുന്ന ചുറ്റളവ് തന്നെ ഉത്തമമായതുകൊണ്ട് ആ ചുറ്റളവ് തന്നെ നമ്മൾ വാസ്തുമണ്ഡലത്തിൽ ചുറ്റളവായിട്ട് എടുക്കുന്നു. വസ്തുവിന്റെ നീളവും ഇപ്പം അപ്പൊ എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ, അതായത് വസ്തുവിന്റെ നീളം ഇത് തന്നെ എടുക്കുക. ഇപ്പൊ നീളവും വീതിയും മാറ്റണ്ട, കാരണം ഈ ചുറ്റളവ് തന്നെ ഉത്തമമാണ്. അപ്പൊ ഈ നീളവും വീതിയും തന്നെ എടുക്കാം. അപ്പൊ നമ്മൾ വാസ്തു മണ്ഡലത്തിന്റെ നീളമായിട്ട് 2218 സെന്റിമീറ്ററും വാസ്തു മണ്ഡലത്തിന്റെ വീതിയായിട്ട് 1634 സെന്റിമീറ്റർ എടുക്കുന്നു. അതാണ് വാസ്തു മണ്ഡലത്തിന്റെ നീളം. അതിന് ക്യാപിറ്റൽ എല്ലാണ്. സമം 2218 സെന്റിമീറ്റർ അത് തന്നെ എടുക്കുന്നു. ഒരു വീതി അത് തന്നെ എടുക്കുന്നു. വാസ്തു മണ്ഡലത്തിന്റെ വീതി സമം ക്യാപിറ്റൽ ബി സമം 1634 സെന്റിമീറ്റർ. എല്ലും ബിയും കിട്ടി. എല്ലും ബിയും കിട്ടിക്കഴിഞ്ഞാൽ വാസ്തുമണ്ഡലത്തിന്റെ നീളവും വീതിയും കിട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് വരയ്ക്കുന്നു, വാസ്തുമണ്ഡലം വരയ്ക്കുന്നു. ഈ വാസ്തുമണ്ഡലം വരയ്ക്കുമ്പം ഇതെല്ലാം കൈലാസി കഴിഞ്ഞാണ്. കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു, കാരണം കൂടെ അകത്ത് ഒരുപാട് ലൈനൊക്കെ വരും. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ എത്രയും വലുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പൊ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് അതിന് പിന്നെ 4 വശം ഇത് സെയിം പ്രൊസീജിയർ ആണ്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആയാലും എൻ്റെ പിന്നെ ഈ അളവുകൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അളവുകൾ ചിലപ്പോൾ പടിഞ്ഞാറ്റിനി എന്നുള്ളത് കിഴക്കിനെയോ വടക്കിനെയോ തെക്കിനെയോ ആകാം. അല്ല പിന്നെ അതുപോലെ ഈ അളവുകളും വാസ്തുമണ്ഡലത്തിന്റെ അളവുകളും വീടിന്റെ വിസ്തീർണമൊക്കെ മാറ്റം വരാം. അല്ലാതെ എൻ്റെ മെത്തേഡ് സെയിം മെത്തേഡാണ്. അപ്പോൾ നമ്മൾ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് 4 ഭാഗം അടയാളപ്പെടുത്തുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ടത് സൗത്ത് വെസ്റ്റ് മൂല വീടിന്റെ ഇതിപ്പോ ഈ കാണിക്കുന്ന വാസ്തുമണ്ഡലമാണ്. വാസ്തുമണ്ഡലത്തിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിന് 0 എന്ന് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ 0 കൊടുത്തു. ആ മൂല അത് സൗത്തും വെസ്റ്റും കൂടെ ചേരുന്ന ഈ മൂലയ്ക്കാണ് അത് 0 ആണ്. അപ്പൊ ഇവിടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഇങ്ങനെ 0 കൂടി വാസ്തുമണ്ഡലത്തിന്റെ മാക്സിമം നീളം ഇവിടെ 2218 ആണ്. അത് ഇവിടെ വരും. അതുപോലെ വീതി കൂടി വന്ന് 1637 ഇവിടെയും വരും. അപ്പൊ അത് എഴുതുക. ഇത് 2218 സെന്റിമീറ്റർ ആണ് വാസ്തുമണ്ഡലം നീളം. അത് 0 മുതൽ കൂടി 2218 വരെ വരും. അതുപോലെ 0 മുതൽ വീതി 1634 വരെ വരും. അപ്പൊ ഇങ്ങനെ നീളവും വീതി അടയാളപ്പെടുത്തി. എന്നിട്ട് പരമശായിക പദവിന്യാസം ചെയ്യണം. അതായത് നീളത്തെയും വീതിയെ 9 ഭാഗിക്കണം. ഓരോന്നും ഭാഗിച്ചിട്ട് അത് എല്ലാം വരച്ചു കഴിഞ്ഞിട്ട് അവസാനം അതിന്റെ അളവ് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഓരോന്നും വരച്ചിട്ട് അപ്പോഴും തന്നെ അളവ് എഴുതാം. അത് നമുക്ക് സൗകര്യം പോലെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഓരോന്നും വരച്ചിട്ടാണ് ഇപ്പൊ നീളത്തിനെ 9 ഭാഗിച്ചിട്ട് ഒരു ഭാഗമാണ് ആ ലൈൻ വന്നേക്കുന്നത്. അതിന്റെ അളവ് കാണണമെങ്കിൽ ടോട്ടൽ നീളം 2218 ആണ്. 2218 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ നമുക്ക് അവിടെ 246.44 എന്ന് കിട്ടും. ആദ്യത്തെ ലൈൻ വന്നിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ 9 ഭാഗിക്കുമ്പോൾ രണ്ടാമത്തെ ലൈൻ വരയ്ക്കുക. അപ്പൊ അതിന് ഇതിന്റെ ഇരട്ടിയാണ് 256. ചിലപ്പം നമ്മുടെ കാൽക്കുലേറ്ററിലുള്ളത് 256.4444 എന്ന് കുറെ 4 കാണും. എത്രയാണ് അത് അതുപോലെ തന്നെ കിടക്കട്ടെ. അത് × 2 എടുക്കണം. അതിന് × 2 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 492.89 വരും. അത് രണ്ടാമത്തേത്. അടുത്ത മൂന്നാമത്തെ ഇത് വരയ്ക്കണം. അതിന്റെ 9 ഭാഗിന്റെ മൂന്നാമത്തെ ഇത്. അപ്പൊ അത് കാണണമെങ്കിൽ നമുക്ക് 1 2 കൂട്ടിയെടുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് ഇപ്പൊ 492.89 നമ്മൾ ചുരുക്കി എഴുതിയതാണ്. 492.8888 എന്നിങ്ങനെ കാണും. അപ്പൊ അത് ആ അളവ് തന്നെ നമ്മുടെ കാൽക്കുലേറ്ററിൽ കാണും. അതിനെ ഇപ്പൊ 2 ഭാഗമാണ്, 2 ഇതാണ് ഉള്ളത്. 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 256 പോയിന്റ് കിട്ടും. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ അടുത്ത കിട്ടും. അപ്പം ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 3. അപ്പൊ നമുക്ക് 739.33 കിട്ടും. ഒക്കെ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് 4ാമത്തെ വരയ്ക്കുന്നു. അപ്പൊ ഇത് ഈ 739.3333 നമ്മുടെ കാൽക്കുലേറ്ററിലുള്ളതിന് ഇപ്പൊ 3 കൊണ്ട് ഭാഗിച്ച് 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അവിടെ
985.78. ഇനി അടുത്തത് വരയ്ക്കുക. 9 ഭാഗിക്കുമ്പോൾ അടുത്ത അളവ് വരും. അതിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഈ 985.77 എന്നുള്ളതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 കൊണ്ട് ഗുണിക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 256 കിട്ടും. 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അത് അടുത്ത അളവ് കിട്ടും. 1232.22. വീണ്ടും 5 കൊണ്ട് ഭാഗിച്ച് 6 കൊണ്ട് ഗുണിക്കണം. അടുത്ത അളവെടുക്കാം. 1232.2222 എന്നുള്ളതിനെ 5 കൊണ്ട് ഭാഗിച്ച് 6 കൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, 5 സ്ഥാനം കൊണ്ട് ഇവിടെ 257, രണ്ടാമത് 492, 3 789, 4 985, 5 1232.22. അപ്പോൾ 5 സ്ഥാനം കൊണ്ട് 5 കൊണ്ട് ഭാഗിച്ചിട്ട് 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 1478.67 വരും. അത് കഴിഞ്ഞ് അടുത്ത 9 ഭാഗിക്കുമ്പോൾ അടുത്ത ലൈൻ വരയ്ക്കുക. അതിന്റെ അളവ് കാണുക 1478.6666 എന്ന് കാൽക്കുലേറ്റ് കാണും. ഡിവൈഡഡ് ബൈ 6 × 7. അപ്പം 1725.11. അത് വീണ്ടും നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുക. അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ അളവാണ് 1725.1111 എന്നുള്ളതിനെ 7 കൊണ്ട് ഭാഗിച്ച് 8 കൊണ്ട് ഗുണിക്കുക. അപ്പം 1971.56 വരും. പിന്നെ രണ്ടാമത് ഈ 2218 കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ഈ 1971.5555 എന്ന് വരുന്നതിനെ 8 കൊണ്ട് ഭാഗിച്ച് 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കുക. 2218 കിട്ടുമെന്ന് ചെക്കിങ്ങിന് വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡ് എല്ലാം ആയി. പിന്നെ മറ്റേ വീതിയെ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷനുള്ളത് വരയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം വരച്ചു. അതിന്റെ അളവ് കാണി 1634 ടോട്ടൽ, ഡിവൈഡഡ് ബൈ 9. അപ്പോൾ നമുക്ക് 181.56 വരും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ. ഈ ഭാഗമൊക്കെ കഴിഞ്ഞാണ്. രണ്ടാമത്തെ എടുത്തു, 9 ഭാഗം രണ്ടാമത്തെ എടുത്തു. അതിന് 181.555 എന്ന് കാൽക്കുലേറ്റർ കാണും. മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഈ 363.11 വരും. അത് വീണ്ടും അടുത്ത ലൈൻ വരയ്ക്കുക. 9 ഭാഗ്യത്തിന് അടുത്ത ലൈൻ വരയ്ക്കുക. 363.1111 ഉള്ളതിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 544.67. ഇപ്പോൾ അടുത്ത വരയ്ക്കുക. അടുത്ത വരയ്ക്കുമ്പോൾ അതിന്റെ അളവ് കാണുക 547.666 എന്ന കാൽക്കുലേറ്റർ ഉള്ളതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് ബൈ 4. അപ്പോൾ 726.22 എന്ന് വരും. അപ്പോൾ അടുത്ത ലൈൻ വരയ്ക്കുക. അതാണ് അടുത്ത. അത് വരച്ചിട്ട് അതിന്റെ കാണണമെങ്കിൽ 726.2222 എന്ന കാൽക്കുലേറ്റർ ഉള്ളതിനെ ഡിവൈഡഡ് ബൈ 4 മൾട്ടിപ്ലൈഡ് ബൈ 5. അപ്പോൾ നമുക്ക് 907.78 കിട്ടും. അടുത്ത ലൈൻ വരയ്ക്കുക. അതിന്റെ കാണുന്നത് 907.78 ഡിവൈഡഡ് ബൈ 5 മൾട്ടിപ്ലൈഡ് ബൈ 6. അപ്പോൾ നമുക്ക് 1089.33. അടുത്ത ലൈൻ എടുക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കണേ 1089.3333 എന്നുള്ളതിനെ ഡിവൈഡഡ് ബൈ 6 മൾട്ടിപ്ലൈഡ് ബൈ 7. അപ്പോൾ നമുക്ക് 1270.89. അതിനെ വീണ്ടും നമുക്ക് 1270.888 എന്നായിരിക്കും. ഡിവൈഡഡ് ബൈ 7 മൾട്ടിപ്ലൈഡ് ബൈ 8. അപ്പോൾ നമുക്ക് അടുത്ത ഇതിന്റെ അളവ് കിട്ടും. അത് 1452.44. പിന്നെ അടുത്ത ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 8 മൾട്ടിപ്ലൈഡ് ബൈ 9 1937 കിട്ടുമെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന്റെ അളവ് ഇത്ര എഴുതി. ഇതിന്റെ അളവ് ഇത്ര എഴുതി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ബ്രഹ്മസൂത്രം, യമസൂത്രം. അപ്പോൾ നോക്കുക, ബ്രഹ്മസൂത്രം ഞാൻ കിഴക്കുന്ന പടിഞ്ഞാറോട്ടുള്ള മധ്യരേഖ നോക്കുക. ഇതിപ്പോൾ ഇവിടെ ലൈൻ എപ്പോഴും സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് ലൈൻ ഡോട്ട് ഒറ്റ വരയായിട്ടോ ഡോട്ടഡ് ലൈനും അല്ല കൊടുക്കേണ്ടത്. ലൈൻ ഡോട്ട് ഒരു ചെറിയ വരയും കുത്തും അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇത് ബ്രഹ്മസൂത്രമാണ്. അത് കിഴക്കുന്ന പടിഞ്ഞാറോട്ട്. അടുത്ത് വടക്കുന്ന തെക്കോട്ട് യമസൂത്രം, അത് വരയ്ക്കുക. ഇതിന്റെ അളവ് നോക്കുക. അതായത് ടോട്ടൽ 2218 അതിന്റെ പകുതിയാണ്. അതിന്റെ പകുതി വരുമ്പോൾ 1109 വരും. അതാണ് ആ പോയിന്റ്. ആരോ ഇട്ടിട്ട് ആ പോയിന്റ് നേരെയാണ് എഴുതുന്നതെങ്കിൽ അത് മതി. കുറച്ച് മാറിയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ആരോ കൊടുക്കണം. അത് ഏത് പോയിന്റ് ആണെന്ന് അറിയാൻ ഇത് വരും. അപ്പോൾ 1109 ഒരു ആരോ കൊടുക്കുമ്പോൾ ആ പോയിന്റാണ്. അടുത്ത തെക്ക് വടക്ക് നമ്മൾ മധ്യം വരയ്ക്കുമ്പോൾ അത് യമസൂത്രം. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന യമസൂത്രമാണ്. അപ്പോൾ യമസൂത്രം വരുന്നത് 1637 ടോട്ടൽ. അതിന്റെ പകുതി 817. ഇപ്പൊ 817 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആരോ കൊടുക്കുക. ആ പോയിന്റാണ് 817. അപ്പോൾ നമ്മൾ ബ്രഹ്മസൂത്രവും യമസൂത്രവും വരച്ചു. അതിന്റെ ആ മെഷർമെന്റ് എഴുതി. ഇനി അടുത്തത് കർണസൂത്രവും മൃത്യുസൂത്രവും. എന്താ ഈ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വരച്ചേക്കുന്നതാണ് കർണസൂത്രം. അടുത്ത അഗ്നിമൂലയിൽ നിന്ന് വായുമൂലയിലേക്ക് വരയ്ക്കുന്നത് മൃത്യുസൂത്രം. ഇത് രണ്ടും വരയ്ക്കുക. ഇത് രണ്ടും വരച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മഹാമർമ്മം കണ്ടുപിടിക്കണം. മഹാമർമ്മം കണ്ടുപിടിക്കുന്ന നമ്മൾ പഠിച്ചതാണ്. പദവിന്യാസം പഠിച്ചതാണ്. ഓരോ മൂലയിൽ നിന്നും 3 സ്ഥാനം. ഇപ്പോൾ വടക്ക് കിഴക്ക് മൂലം നോക്കുക, നോർത്ത് ഈസ്റ്റ് കോർണറിൽ. അവിടെ ആ കോർണറിൽ നിന്ന് 3 സ്ഥാനം വടക്കോട്ട് മാറി. അതുപോലെ കോർണറിൽ നിന്ന് 3 സ്ഥാനം പിന്നെ തെക്കോട്ട് മാറിയിട്ട് പടിഞ്ഞാറോട്ട്. ആദ്യം കോർണറിൽ നിന്ന് പടിഞ്ഞാറോട്ട് 3 സ്ഥാനവും അതുപോലെ തെക്കോട്ട് 3 സ്ഥാനവും എടുത്ത് ലൈൻ ജോയിൻ ചെയ്യുക. നോക്കുക ഇവിടെ. അല്ല, ഇതിപ്പം സെൻട്രൽ
പിന്നെ ബ്രഹ്മനാഭി മാർക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ബ്രഹ്മനാഭിയാണ്. അവിടെ നീല നിറത്തി ചെറിയൊരു സർക്കിൾ വന്നത്, അതാണ് ബ്രഹ്മനാഭി. ബ്രഹ്മനാഭി എന്ന് എഴുതുമൊന്നും വേണ്ട, കണക്ക് ചെയ്യുമ്പോൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വരയ്ക്കണം. പക്ഷെ ഓരോന്നും വരയ്ക്കുന്നതിന് മാർക്കുണ്ട്. അതിന് വിട്ടുപോയാൽ അതിന്റെ മാർക്ക് നമുക്ക് കുറയും. അപ്പൊ ഇനിയിപ്പോ ഇത് പിന്നെ ഇത് വരച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ നോക്കുക, ആ പിന്നെ മഹാമർമ്മം കാണാൻ വേണ്ടി നമ്മളൊരു ലൈൻ വരച്ചു. അത് വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് താഴോട്ട് മൂന്നാമത്തെ ഇതും, അതുപോലെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് തെക്കോട്ട്, അതായത് വലത്തുവശത്തോട്ട് മൂന്നാമത്തെ ഇത്, അത് രണ്ടുകൂടെ ജോയിൻ ചെയ്യാം. നമ്മുടെ ലൈൻ വളഞ്ഞാലും ശരി, കോർണറൊക്കെ ടച്ച് ചെയ്ത് വേണം എല്ലാം വരയ്ക്കാം. കർണങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അഥവാ ലൈൻ ചെയ്ത് വളഞ്ഞാലും സാരമില്ല, മൂലകളൊക്കെ ടച്ച് ചെയ്യണം. അല്ലെങ്കിൽ മഹാമർമ്മം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പ്രയാസം വരും. അതുപോലെ താഴെയും 3 വിട്ട് വരയ്ക്കുക. താഴെയും വരച്ചു. കന്നിമൂലയിൽ നിന്ന് 3 മുകളിലോട്ടല്ല, ഈ കിഴക്കോട്ടും അതുപോലെ 3 പടിഞ്ഞാറോട്ടും മാറി ആ രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇതിനൊക്കെ രജു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ 2 ചരിഞ്ഞ വരകൾ നമ്മൾ വരച്ചേക്കുന്ന രജുവാണ്. ഇനി ഇതുകൂടെ ചരിഞ്ഞ റെക്ടാങ്കിൾ വരും, അതിന്റെ 2 വശങ്ങൾ ജോയിൻ ചെയ്യുക. നോക്കുക, അത് മൂലകളെല്ലാം തമ്മിൽ ടച്ച് ചെയ്തത്തോടെ ഒരു ലൈൻ വരച്ചു, അപ്പുറത്തും ഒരു ലൈൻ വരച്ചു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് സ്പീഡിൽ പോവുകയാണ്. ഇതൊക്കെ വരച്ചു കഴിഞ്ഞാണ് നമ്മൾ. അപ്പൊ ഇതിപ്പോ ഒരു ചരിഞ്ഞ റെക്ടാങ്കിൾ കിട്ടും. ഈ ചരിഞ്ഞ റെക്ടാങ്കിളിന് 4 വശങ്ങളുണ്ട്. ഈ 4 വശങ്ങൾക്ക് ഓരോന്നിനും രജുക്കൾ എന്ന് പറയും. ഇപ്പൊ 4 രജുക്കളായി. ഇതുപോലെ മറ്റേ ഡയറക്ഷനിൽ, അതായത് വടക്ക് കിഴക്കുന്ന തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും 2 ചെറിയ രജുക്കൾ വരും. നോക്കുക, മൂന്നാമത്തെ സ്ഥാനം വെച്ചിട്ട് അവിടെ തെക്ക് കിഴക്ക് ഇപ്പോൾ ഒരു സൗത്ത് ഈസ്റ്റ് ഒരു രജു വന്നു, നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വേറൊരു രജു വരച്ചു. ഇനി അതും ജോയിൻ ചെയ്യുക, നീളമുള്ള വശങ്ങൾ. ഇപ്പൊ 2 ചരിഞ്ഞ റെക്ടാങ്കിൾ വന്നു. അപ്പൊ 2 ചരിഞ്ഞ റെക്ടാങ്കിളിൽ കൂടി 4 8 വശങ്ങളുണ്ട്. ഈ 8 വശങ്ങളെയാണ് രജുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാസ്തു പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തു മണ്ഡലത്തിൽ ആകെ രജുക്കളുടെ എണ്ണം 8ആണ്. അപ്പൊ ഇത് ഇത്രയും നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മഹാമർമ്മങ്ങൾ 4 അടയാളപ്പെടുത്തണം. ഈ പോയിന്റുകൾ 4 മഹാമർമ്മങ്ങൾ. എന്തുകൊണ്ടാണ് മഹാമർമ്മമായെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞാണ്. അപ്പൊ ഈ 4 മഹാമർമ്മങ്ങൾ അടയാളപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂത്രവീതിയുടെ പകരം ഓരോ നാഡിയുടെയും എനർജി ഫ്ലോ ഉണ്ട്. ഈ ഓരോ നാഡിയിലും കൂടി ഊർജ്ജപ്രവാഹം ഉണ്ടായിരിക്കുമ്പോൾ ആ ഊർജ്ജപ്രവാഹത്തിന്റെ മധ്യമാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത്. 2 വശത്തോട്ടും ആ ഊർജ്ജപ്രവാഹം, ആ ഊർജ്ജത്തിന്റെ വീതി ഉണ്ട്. അതിനാണ് ആ ഊർജ്ജപ്രവാഹം പോകുന്ന വീതിക്ക് സൂത്രവീതി എന്ന് പറയും. അപ്പൊ നാഡിയുടെ ഒരു വശം സൂത്രവീതിയുടെ പകുതിയും മറ്റേ വശം ഒരു പകുതി. അപ്പൊ ഓരോ പകുതി നാഡി സെന്ററിലാണ്, ഒരു വശത്തെ പകുതിയും മറ്റേ വശത്തെ പകുതിയും വരും. അപ്പൊ ആ സൂത്രവീതിയുടെ പകുതി നമുക്ക് കാണണം. സൂത്രവീതിയുടെ പകുതി കാണണം. ഈ സൂത്രവീതി കണ്ടുപിടിക്കുന്നതിന് വാസ്തുമണ്ഡലത്തിന്റെ അളവിനെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഒരു പദവിസ്താരം കിട്ടും. ഒരു പദത്തിന്റെ അല്ലെങ്കിൽ ഒരു പിശാച വീതിയുടെ വീതിക്ക് പദവിസ്താരം എന്ന് പറയും. പദവിസ്താരം കിട്ടും. പദവിസ്താരത്തിനെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. പിന്നെ അപ്പൊ സൂത്രവീതിയാണത്. സൂത്രത്തിന്റെ പകുതി കിട്ടണമെങ്കിൽ 2 കൊണ്ട് ഭാഗിക്കണം. അപ്പം വാസ്തുമണ്ഡലത്തിന്റെ അളവിനെ ആദ്യം 9 കൊണ്ട് ഭാഗിക്കുക, പിന്നെ 12 കൊണ്ട് ഭാഗിക്കുക, പിന്നെ വീണ്ടും 2 കൊണ്ട് ഭാഗിക്കുക. അല്ലെങ്കിൽ 12 108, 108 ഗുണം 2 216 ഡിവൈഡ് ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സൂത്രവിധിയുടെ പകുതി കിട്ടും. ആ പകുതി ഇപ്പൊ ഇവിടെ നോക്കുക. ഇപ്പൊ തെക്ക് വടക്ക് ഡയറക്ഷനിൽ ഒരു ആരോ അവിടെ വന്നു. തെക്ക് വടക്ക് ഡയറക്ഷനുള്ള സൂത്രവിധി അവിടെ എഴുതണം. അതായത് 2218 തെക്ക് വടക്ക് ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 10.27 കിട്ടും. അതവിടെ എഴുതുക. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ലൈൻ വന്നു. അത് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനുള്ള സൂത്രവിധിയുടെ പകുതി. അത് കിഴക്ക് പടിഞ്ഞാറ് 1634 1634 ഡിവൈഡഡ് ബൈ 9 പദവിസ്താരം കിട്ടും. അഗൈൻ ഡിവൈഡഡ് ബൈ 12 സൂത്രവീതി കിട്ടും. അഗൈൻ ഡിവൈഡഡ് ബൈ 2 സൂത്രവിധിയുടെ പകുതി കിട്ടും. അത് നോക്കുമ്പോൾ നമുക്ക് അവിടെ 7.57 കിട്ടും. അപ്പൊ 10.27 ആണ് തെക്ക് വടക്ക് ദിശയിലുള്ള സൂത്രവീതിയുടെ അളവ് സെന്റിമീറ്റർ. 7.57 സെന്റിമീറ്റർ ആണ് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനുള്ള സൂത്രവീതിയുടെ അളവ്. അപ്പൊ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂത്രവീതിയിൽ കയറുന്നോ ഇല്ലെന്ന് ഉറപ്പ് വരുത്താക്കുള്ളൂ. അപ്പൊ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയാണ് നമ്മൾ ഗമനം കാണേണ്ടത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഗമനവും കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും അപ്പൊ അടുത്ത ഗമനം കാണുകയാണ്. അപ്പൊ ഗമനം കാണുന്നതിന് നമ്മൾ ഇപ്പൊ ഇവിടെ 1636 സെന്റിമീറ്റർ വീതിയുണ്ട്, 2218 നീളമുണ്ട്. ഈ 2 ഡയറക്ഷനിലുമായി തെക്ക് വടക്ക് ഡയറക്ഷനിലും കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള ഗമനം കാണണം. അപ്പൊ അത് നോക്കാം. തെക്ക് വടക്ക് ദിശയിലുള്ള നമുക്കറിയാം തെക്ക് വടക്ക് ദിശയിലുള്ള പരമാവധി ഗമനമായ ജി. അപ്പൊ തെക്ക് വടക്കാണെന്നുള്ളതിന് ജിയുടെ മുകളിൽ ആരോ വരും നോക്കിക്കൊള്ളുക. തെക്ക് വടക്ക് ഡയറക്ഷനുള്ള ഒരു ആരോ 2 വശത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ജി, ക്യാപിറ്റൽ ജി എന്ന് എഴുതി മുകളിൽ ഇതിട്ടാൽ മതി. തെക്ക് വടക്ക് ദിശയിലുള്ള ഗമനം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു സിമ്പിൾ ജി എന്ന് എഴുതി മുകളിൽ ഒരു ലൈറ്റ് 2 ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം നോർത്ത് സൗത്ത് ഗമനം എന്നാണ്, തെക്ക് വടക്ക് ഗമനം. അപ്പൊ തെക്ക് വടക്ക് ദിശയിലുള്ള പരമാവധി ഗമനമായ ജി കാണണം. ആ ജി കാണുന്ന നമ്മൾ ആദ്യം പഠിച്ച പരമാവധി നീളവും വീതിയും കാണാനായിട്ട് പഠിച്ച അതേ ഫോർമുല. അതായത് L -
എൽ എന്ന് പറഞ്ഞാൽ വാസ്തുമണ്ഡല നീളം. വാസ്തുമണ്ഡലത്തെ നീളത്തിൽ നിന്നും L × 2/9 പിശാച വീതിയുടെ ഇരട്ടി. L/9 പിശാച വീതി × 2 പിശാച വീതി ഇരട്ടി മൈനസ് L/9/12. അതായത് സൂത്രവീതി. L/9 എന്ന് പറഞ്ഞാൽ പദവിസ്താരം. അതിനെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. അപ്പോൾ ഒരു സൂത്രവീതിയാണ് -2 × G. ഗമനത്തിന്റെ ഇരട്ടി കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് സ്മാൾ എൽ കിട്ടും. സ്മാൾ എൽ പറഞ്ഞാൽ വീടിന്റെ നീളം. അപ്പോൾ ക്യാപിറ്റൽ എൽ വസ്തുവിന്റെ നീളമാണ്, സ്മാൾ എൽ വീടിന്റെ നീളമാണ്. അപ്പൊ ഇത് ഈ ഫോർമുല അനുസരിച്ച് നമ്മൾ പരമാവധി ഗമനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഗമനം കൊടുത്തിട്ട് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ വീട് പിശാചി വീതിയിലൊന്നും കയറി വരാതിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വീട് പിശാചി വീതിയിലൊക്കെ കയറി വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതനുസരിച്ച് നമ്മൾ ഗമനം കാണണം. അപ്പോൾ അവിടെ എല്ലിന് വരെ നമുക്കറിയാം വാസ്തുമണ്ഡല നീളം നമുക്കറിയാം 2218. അപ്പോൾ ക്യാപിറ്റൽ എല്ലിന് വരെ 2218 മൈനസ് L × 2 വരെ എല്ലിന് വരെ 2218 × 2/9 മൈനസ് 2218 ഡിവൈഡഡ് ബൈ 9 × 12 മൈനസ് 2 × G. അതുപോലെ എഴുതുക, കാരണം ഗമനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു സ്മാൾ എൽ അല്ലെങ്കിൽ വീടിന്റെ നീളം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെയ്യുന്ന വീടിന്റെ നീളം എത്രയാണ്? അപ്പൊ അത് നോക്കി ആ നീളം 1590 സെന്റിമീറ്റർ ആണ് ചോദ്യത്തില് വീടിന്റെ നീളമായിട്ട് തന്നിട്ടുള്ളൂ. അപ്പൊ 1590. അപ്പൊ നമ്മൾ ഇതിനകത്ത് G മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാനുള്ളൂ, ബാക്കിയെല്ലാം അറിയാം. അപ്പൊ 2218 മൈനസ് അതുപോലെ തന്നെ എഴുതുക. ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്താൽ എളുപ്പമുണ്ട്. 2218 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 492.89 വരും. മൈനസ് 2218 9 കൊണ്ട് ഭാഗിക്കുക, വീണ്ടും 12 കൊണ്ട് ഭാഗിക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 20.54 കിട്ടും. പിന്നെ -2G അതുപോലെ എഴുതുക, കാരണം അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 1590. അപ്പൊ ഇനി ഇത് നോക്കുക. അതായത് 2218 നിന്ന് 492.89 കുറയ്ക്കുക, വീണ്ടും 20.54 കുറയ്ക്കുക. അത് മൂന്നും കുറയ്ക്കുമ്പോൾ അതിന്റെ അളവ് കിട്ടുന്നത് 1704.57 കിട്ടും. 2218 492.89 കുറച്ച് പിന്നെ 20.54 കുറയ്ക്കുമ്പോൾ 1704.57 കിട്ടും. -2G അതുപോലെ എഴുതുക, സമം 1590. അപ്പോൾ ഇനി ഇതില് 2G കണ്ടുപിടിക്കണം. ഇപ്പം നമുക്കറിയാം 10 ന്ന് 2 കുറയ്ക്കുമ്പോൾ 8 ആണെങ്കിൽ 10 ന്ന് 8 കുറച്ചാൽ 2 കിട്ടും. അപ്പൊ ഇവിടെ 1704.57 2G കുറയ്ക്കുമ്പോൾ 1590 കിട്ടുമെങ്കിൽ 2G കാണാൻ 1704.57 1590 കുറച്ചാൽ മതി. അപ്പൊ 2 × G ഈക്വൽ ടു 1704.57 മൈനസ് 1590. അപ്പൊ അത് നമ്മൾ എത്ര വരെ നോക്കുമ്പോൾ സമം അത് കുറയ്ക്കുക. 1704.57 1590 കുറയ്ക്കുമ്പോൾ 114.57 കിട്ടും. അത് 2 × G ആണ്. അപ്പൊ G കാണണം. അപ്പൊ ഈ 114.57 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ G കിട്ടും. 114.57 ഡിവൈഡഡ് ബൈ 2 G കിട്ടും. ഇതെല്ലാം നമ്മൾ കൈലാസ് ചെയ്തതാണ്. അപ്പൊ അത് എത്ര വരും? 114.57 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 57.29 സെന്റിമീറ്റർ കിട്ടും. ഇതാണ് നമുക്ക് തെക്ക് വടക്ക് കൊടുക്കുക. ഇതിൽ കൂടുതൽ ഇതിപ്പോ ഗമനമാണ്, ഇത് സെന്റിമീറ്റർ ആണ്. നമുക്ക് ഗമന നിയമത്തിൽ എല്ലാം അങ്കുലമായിട്ടാണ്. അപ്പൊ ഈ സെന്റിമീറ്റർ നമുക്ക് അങ്കുലമാക്കണം. അപ്പൊ അതിന് ഈക്വൽ ടു 57.29 ഡിവൈഡ് ബൈ 3 3 സെന്റിമീറ്റർ ആണ് ഒരു അങ്കുലം. അപ്പൊ ഡിവൈഡ് ബൈ 3 ഇത്രയും അങ്കുലം. അപ്പൊ നമുക്ക് 19.1 അങ്കുലം കിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതാണ്. ഇതിൽ കൂടുതൽ ഗമനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കുന്നതിന് പിന്നെ ബ്രഹ്മനാഭിയിൽ നിന്നും ഗ്രഹനാഭിയിലേക്ക് ഇതിൽ കൂടുതൽ ഗമനം കൊടുത്തു കഴിഞ്ഞാൽ വീട് കയറി പിശാച വീതിയിലും സൂത്രവീതിയിലും കയറി വരും. അത് വരാൻ പാടില്ല. അപ്പൊ പരമാവധി കൊടുക്കാൻ പറ്റുന്ന ഗമനം 19.1 ആണ്. അതിൽ കൂടുതൽ കൊടുക്കാൻ ഒക്കില്ല. അപ്പൊ ഇതിലിനി നമുക്ക് ഉത്തമമായ ഗമനം കാണണം. അതായത് ഗമന നിയമം അനുസരിച്ച് കൊടുക്കാവുന്ന പരമാവധി ഗമനം. ഇത് പടിഞ്ഞാറ്റിനെയാണ്. പടിഞ്ഞാറ്റിക്ക് നമുക്കറിയാം തെക്കിനിക്ക് 1, കിഴക്കിനിക്ക് 1 2 3, വടക്കിനിക്ക് 3 2 5, പടിഞ്ഞാറ്റിനിക്ക് 5 2 7. അപ്പൊ 7 പിന്നെ അത് കഴിഞ്ഞ് 8 കൂട്ടുമ്പോൾ 7 8 15, 15 8 പിന്നെ 23 ആവും. 23 19 കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 7 പടിഞ്ഞാറ്റിനിക്ക് 7 8 15 വരെ കൊടുക്കാം. 15 അങ്കുലം വരെ കൊടുക്കാം. അപ്പം നമ്മളൊരു ആരോ ഇട്ടാൽ, ആരോ പറഞ്ഞാൽ ആസ് പെർ ഗമന നിയമം എന്നുള്ളതാണ്. ഗമന നിയമത്തിൽ നിന്നും ഒരാരോ. ഇപ്പൊ ഗമന നിയമം അനുസരിച്ച് 19.1 അങ്കുലത്തിൽ കൂടാതെയുള്ള അനുയോജ്യമായ ഗമനം നമുക്കറിയാം. ഏറ്റവും കുറഞ്ഞത് 7 ആണ്. അടുത്ത 7 8 15 ആണ്. 15 അങ്കുലം. 15 അങ്കുലം ആകുമ്പോൾ 15 3 45 സെന്റിമീറ്റർ. 15 × 3 സമം 45 സെന്റിമീറ്റർ. അപ്പം തെക്ക് വടക്ക് ഗമനം 45 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് ഒരു പിന്നെ ജി എന്ന് പറഞ്ഞാൽ തെക്കോടക്ക് ആരോ ഇടുക. മുകളിൽ ആരോ വരുമ്പോൾ തെക്കോടക്ക് ഡാഷിൽ ആരോ വരുമ്പോൾ അത് അറിയാം തെക്കോടക്ക് ഗമനമാണ്. 45 സെന്റിമീറ്റർ ആണ്. അത് ഒരു ഗമനം കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ഗമനവും കണ്ടുപിടിക്കണം. അതിനും അതിന്റെ ഫോമുല എഴുതുക. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള പരമാവധി ഗമനമായി G. അപ്പൊ അവിടെ ആ ആരോ ഇടുന്നത് അതിന് മുൻവശത്തായിട്ട് ഇങ്ങനെ വരും. അതാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഗമനം. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ആരോ വരുന്നത്. കാണാൻ അതേ ഫോമുല B. അവിടെ എല്ലിന് പകരം B ആണ്. വീടിന്റെ നീളത്തിന് പകരം വീടിന്റെ വീതി.
സമം ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ വീടിന്റെ വീതി. നമുക്ക് ക്യാപിറ്റൽ ബി നമുക്ക് കണ്ടുപിടിച്ച് നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 1634 1634 മൈനസ് ഡി ഇൻറ്റു 2/9 വരെ 1734 ഗുണം 2/9 മൈനസ് ബി ബൈ 9 ഇൻറ്റു 12 1734 ബൈ 9 ഇൻറ്റു 12 മൈനസ് 2 ഇൻറ്റു ജി. 2 ഇൻറ്റു ജി എന്ന് പറയുമ്പം ആ ഗമനമാണ് നമുക്ക് കാണേണ്ടത്. സമം ബി. ബി എന്ന് ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വീടിന്റെ വീതി അത് 1206 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ഒരു ഫോമിൽ അതിനകത്ത് നേരത്തെ കണ്ടുപിടിച്ച പോലെ ക്യാപിറ്റൽ ജി കാണണം. അപ്പൊ അതിന് 1734 മൈനസ് 1734 ഗുണം 2 ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 ഭാഗിക്കുമ്പോൾ നമുക്ക് 363.11 കിട്ടും. മൈനസ് പിന്നെ 1734 ഡിവൈഡഡ് ബൈ 9 അഗൈൻ ഡിവൈഡഡ് ബൈ 12 15.13 കിട്ടും. മൈനസ് 2 ഇൻറ്റു ജി സമം സ്മാൾ ബി 1206. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരും. ഇതിന് 1734 363.11 കുറയ്ക്കുക, വീണ്ടും 15.13 കുറയ്ക്കുക. അത്രയും കുറയ്ക്കുമ്പോൾ അവിടെ 1255.76 വരും. മൈനസ് 2G അതുപോലെ തന്നെ എഴുതുക. 2 ഇൻറ്റു ജി സമം 1206. അപ്പൊ ഇവിടെ 2G നേരത്തെ കണ്ടപോലെ 2 ഇൻറ്റു ജി സമം 1255.76 മൈനസ് 1206. 1255.76 മൈനസ് 1206 ആണ് 2 ഇൻറ്റു ജി. അതായത് സമം 49.76. അത് 2 ഇൻറ്റു ജി ആണ്. ഇപ്പൊ ജി കാണുമ്പോൾ അതിന്റെ പകുതി. ജി സമം 49.76 ഡിവൈഡഡ് ബൈ 2 സമം 24.88 സെന്റിമീറ്റർ ആണ് ജി വരുന്നത്. അപ്പൊ അത് സെന്റിമീറ്ററിലാണ്. നമുക്ക് ഗമനം അങ്കുലത്തിലാണ് ഗമനം നിയമത്തിൽ. അപ്പൊ ഇതിനെ അങ്കുലമാക്കണം. അപ്പോൾ സമം 24.88 ബൈ 3 അത്ര അങ്കുലം. സെന്റിമീറ്ററിന് അങ്കുലമാക്കാൻ 3 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ അത്ര അങ്കുലം കിട്ടും. അതായത് 8.3 അങ്കുലം കിട്ടും. അപ്പൊ 8.3 അങ്കുലത്തിൽ കൂടുതൽ ഗമനം കൊടുത്താൽ, കിഴക്ക് പടിഞ്ഞാറ് ഗമനം കൂടുതൽ കൊടുത്താൽ വീട് വന്ന് വിശാല വീതിയിലേക്ക് കയറി വരും. അപ്പൊ മാക്സിമം 8.3 അതിൽ താഴെ കൊടുക്കാം. അപ്പൊ ഗമന നിയമത്തിൽ പടിഞ്ഞാറിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഗമനം 7 അങ്കുലമാണ്. അറിയായിരിക്കും. തെക്കിനിക്ക് 1, കിഴക്കിനിക്ക് 3, വടക്കിനിക്ക് 5, പടിഞ്ഞാറ്റിനിക്ക് 7. ഏറ്റവും കുറഞ്ഞ ഗമനം 7 ആണ്. 7 കഴിഞ്ഞാൽ പിന്നെ 15 ആണ്. 7 തൊട്ടും 15. അപ്പോൾ 8.3 കൂടുതലാണ്. അപ്പോൾ എടുക്കാക്കില്ല. അപ്പോൾ 7 അങ്കുലം എടുക്കാക്കുള്ളൂ. അപ്പോൾ അതൊരു ആരോ വരുമ്പോൾ ഗമന നിയമപ്രകാരം നമുക്ക് എടുക്കാവുന്ന ഗമനം 7 അങ്കുലമാണ്. അതായത് 21 സെന്റിമീറ്റർ. 7 3 21. അപ്പം കിഴക്ക് പടിഞ്ഞാറ് ഗമനം എന്ന് പറഞ്ഞാൽ 21 സെന്റിമീറ്റർ ആണ്. ജി ഈസ്റ്റ് വെസ്റ്റ് അതാണ് കിഴക്ക് പടിഞ്ഞാറ് ഗമനം സമം 21 സെന്റിമീറ്റർ. അതാണ് ഡ്രോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തെക്ക് വടക്ക് ഗമനം 45 സെന്റിമീറ്റർ കിട്ടി. കിഴക്ക് പടിഞ്ഞാറ് ഗമനം 21 സെന്റിമീറ്റർ കിട്ടി. ഇനി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വീടിന്റെ സ്ഥാനം അപ്പുറത്തി വരണം. ഈ കാണിച്ചിരിക്കുന്ന വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. ഇപ്പൊ നമുക്ക് 2 ഗമനവും കിട്ടി. തെക്ക് വടക്ക് ഗമനം 45 സെന്റിമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ഗമനം 21 സെന്റിമീറ്ററും കിട്ടി. അത് രണ്ടും അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വീടിന്റെ സ്ഥാനം നമുക്ക് വരയ്ക്കണം. അപ്പൊ അതെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ സ്ഥാനങ്ങൾ ഓക്കെ. മറ്റേ ആരോ അതായത് പിന്നെ സൂത്രവീതിയുടെ പകുതി ഓരോ വശത്തുള്ള തെക്ക് വടക്ക് ഡയറക്ഷനിലും കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള സൂത്രവീതിയുടെ പകുതിയാണ് 10.27 തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറ് 7.57. ഇനി നമുക്ക് ബ്രഹ്മസൂത്രം ഉണ്ട് ഇവിടെ. അല്ല സോറി, ബ്രഹ്മനാഭി ഉണ്ട്. നടുക്ക് നീല നിറത്തേക്ക് കാണുന്നതാണ് ബ്രഹ്മനാഭി. അപ്പൊ ബ്രഹ്മനാഭി 45 സെന്റിമീറ്റർ ആണ് തെക്ക് വടക്ക് ഗമനം. അപ്പൊ നമുക്ക് അറിയാം ഇത് പടിഞ്ഞാറ്റിനെയാണ്. പടിഞ്ഞാറ്റിനി ആകുമ്പം ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് മാറി വേണം ഗ്രഹനാഭി വരാൻ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇപ്പൊ വടക്കിനെയോ കിഴക്കിനെയോ ആണെങ്കിൽ വടക്ക് കിഴക്കോട്ട് മാറി വരാം. തെക്കിനെയോ പടിഞ്ഞാറ്റിനെയോ ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറോട്ട് മാറി വരണം. തെക്ക് പടിഞ്ഞാറ് നമുക്ക് ആ 0 കാണുന്ന ഭാഗത്തേക്കായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി ഗ്രഹനാഭി വരണം. ആ ഗ്രഹനാഭി വരുന്നത് നമുക്കറിയാം 45 സെന്റിമീറ്റർ തെക്ക് വടക്ക് ഡയറക്ഷനിൽ വരണം. ഇതിന്റെ അളവ് നോക്കുക. 1109 സെന്റിമീറ്റർ ആണ് ഈസ്റ്റ് വെസ്റ്റിന്റെ മിഡ് പോയിന്റ്. അതുപോലെ 817 ആണ് നോർത്ത് സൗത്തിലെ മിഡ് പോയിന്റ്. ഇതിൽ ആദ്യം എടുത്തേക്കുന്നത് നോക്കട്ടെ. 817 ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം എടുക്കാം. ഇപ്പൊ നമ്മുടെ 817 എടുത്തേക്കുന്നത്. 817 നമുക്ക് 21 ആണ് കിഴക്ക് പടിഞ്ഞാറ് ഗമനം നമുക്ക് കിട്ടിയത്. 817 21 കുറയ്ക്കുക. അത് നമ്മൾ 817 എന്ന് പറയുന്ന നോർത്ത് സൗത്തിലെ ആ ലൈനാണ്. അതിന് 21 സെന്റിമീറ്റർ ആണ് ഗമനം. ആ ഗമനം നമ്മൾ കുറയ്ക്കുമ്പോൾ 796 കിട്ടും. അപ്പൊ 796 എന്ന് പറയുന്നിടത്ത് നമ്മൾ ഡോട്ടഡ് ലൈൻ വരയ്ക്കണം.
ഈ 797 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, വലത്തെ അറ്റത്ത് അളവിട്ടൊക്കെ നോക്കുക. 720 മിഡ് പോയിന്റിന്റെ, അതായത് യമസൂത്രത്തിന് തൊട്ട് താഴെ 726.22 കാണാം. 726. അപ്പൊ അതിനേക്കാൾ കൂടുതലാണ് 796. പക്ഷെ യമസൂത്രം വന്ന് 817 അതിൽ കുറവാണ് 796. അപ്പൊ ആ രണ്ട് ലൈനിന്റെ ഇടയ്ക്ക്, അതായത് 726.22ന്റെയും 817ന്റെ ഇടയ്ക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരും. നോക്കൂ, ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ആ ഡോട്ടഡ് ലൈൻ നിങ്ങളും വരയ്ക്കുക. ഇത് ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതാണ്. അതിനകത്ത് ഈ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. നോക്കിപ്പോൾ ഒരു ഡോട്ടഡ് ലൈൻ വന്നു. അത് 726.22 കൂടുതലാണ്, അതേസമയം 817 കുറവാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഡോട്ടഡ് ലൈൻ വരയ്ക്കേണ്ടത്. എന്നിട്ട് ആ അളവ് എഴുതണം. 796 നോക്കുക. 796 അവിടെ ആരോ ഇട്ട് നോക്കുക. ആ പോയിന്റ് ആണ്, ആ ആരോ കാണിക്കുന്ന പോയിന്റ് ആണ് 796. അപ്പൊ നമുക്ക് ഒരു ലൈൻ കിട്ടി. ഇതുപോലെ ഇതിപ്പം തെക്ക് വടക്ക് ഡയറക്ഷനുള്ള ഗമനത്തിന്റെ ലൈനാണ്. അതുപോലെ കിഴക്ക് പടിഞ്ഞാറുള്ള ഗമനത്തിന് ലൈൻ കൊടുക്കണം. കിഴക്ക് പടിഞ്ഞാറ് നമുക്കറിയാം 1150 മധ്യം. 1109 എന്ന് നമുക്ക് 45 കുറയ്ക്കണം. 45 ഗമനം കൊടുക്കുക. നമ്മൾ കണ്ടുപിടിച്ചു. ഗമനം ഇപ്പം കിഴക്ക് പടിഞ്ഞാറ് ദേശം 21, അത് കുറച്ചു. ഇനി 45 തെക്കോട്ട് എടുക്കണം. അപ്പം 1109 നിന്ന് 45 കുറയ്ക്കണം. അപ്പൊ നോക്കുക, 1109 മൈനസ് 45 1064 വരും. അപ്പൊ 1064 എന്ന് പറഞ്ഞാൽ എവിടെ വരും നോക്കണം. 1064 എന്ന് പറഞ്ഞാൽ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് 1109 മധ്യം. അത് കഴിഞ്ഞിട്ട് വരുന്ന 985 ഈ താഴെ വരുന്നത്. ഇത് 1064 അതിന്റെ രണ്ട് ഇടയ്ക്ക് വരും. അതായത് 985.78ന്റെയും 1109 ഇടയ്ക്കാണ് 1064 വരുന്നത്. അപ്പൊ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ഇവിടെ വരച്ചു, അവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. ആ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് 1064 അത് അവിടെ എഴുതുക. 1064 ആരോ ഇട്ട് കാണിക്കുക. അപ്പൊ നമ്മൾ 1064 കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും 796 തെക്കുവടക്ക് ദിശയിലും ആ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഗ്രഹനാഭി അല്ലെങ്കിൽ വീടിന്റെ മധ്യം. ആ രണ്ട് ഗമനവും നമ്മൾ വരച്ചു, അത് തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അപ്പൊ അവിടെ ഒരു നോക്കുക, ആ ചുവന്ന ലൈൻ അവിടെയാണ് ആ രണ്ട് ഡോട്ടഡ് ലൈനും കൂടെ ചേരുന്നത്. ഇതാണ് ഗ്രഹനാഭി. അപ്പൊ ബ്രഹ്മനാഭി എന്ന് പറഞ്ഞാൽ നീല ഇതും ഗ്രഹനാഭി എന്ന് പറഞ്ഞാൽ ചുമന്ന ഇതുമാണ്. അപ്പൊ നമ്മൾ ഗ്രഹനാഭി വരെ കണ്ടുകഴിഞ്ഞു. അപ്പൊ ഇതിന് സംശയം ഉണ്ടെങ്കിൽ അത് പറയാം. ഇത് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മറ്റേതൊക്കെ ആദ്യം വരച്ചതാണ്. ഈ രണ്ട് ലൈനും വരയ്ക്കണം. അതായത് 796 തെക്കുവടക്ക് ലൈനിലും 1064 കിഴക്ക് പടിഞ്ഞാറ് കൂടി മീറ്റ് ചെയ്യുന്നത് അവിടെ ഒരു അടയാളപ്പെടുത്തുക. അത് ഗ്രഹനാഭി. ഗ്രഹനാഭി എന്ന് എഴുതുകയൊന്നും വേണ്ട, അത് ഗ്രഹനാഭി അവിടെ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പൊ ഇത്രയും നമ്മൾ പടത്തിൽ അടയാളപ്പെടുത്തി കാണുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പറയണം. അവർ ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവർക്കെല്ലാം മനസ്സിലായി കാണും. വീട്ടിൽ പോയി പ്രത്യേകിച്ച് ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. നോക്കിയവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അല്ലാത്തവർക്ക് പുതിയ ഇതുപോലെ തോന്നും ചിലപ്പോൾ. അപ്പൊ ഇതിപ്പം ഗ്രഹനാഭി കണ്ടുപിടിക്കുന്ന, ഗ്രഹനാഭി അതായത് ഗ്രഹത്തിന്റെ മധ്യമാണത്. നമുക്ക് ഗ്രഹത്തിന്റെ നീളവും വീതി അറിയാം. ഗ്രഹത്തിന്റെ നീളവും വീതി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആ നീളവും വീതി അപ്പൊ നീളത്തിന്റെ മധ്യത്തിൽ നിന്ന് ഇപ്പൊ നീളം എടുക്കുമ്പോൾ തെക്ക് വടക്കാണ് നീളം വരുന്നത്. അതിന്റെ പകുതി തെക്കോട്ടും പകുതി വടക്കോട്ടും എടുത്താൽ തെക്കേ, മധ്യത്തിൽ നിന്ന് വീടിന്റെ പകുതി തെക്കോട്ട് എടുത്താൽ തെക്കേ അറ്റം കിട്ടും, പകുതി വടക്കോട്ട് എടുത്താൽ വടക്കേ അറ്റം കിട്ടും. കാരണം ഇത് മധ്യമാണ്. അപ്പൊ ആ പകുതി എത്രയാണെന്ന് നോക്കാം. L/2 B/2 നോക്കാം. L/2 മുകളിൽ എടുത്താൽ നോക്കാം. L/2 L നമുക്ക് അതായത് 1509 ആണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതിന്റെ പകുതി എടുക്കുമ്പോൾ 795 കിട്ടും. സ്മാൾ എൽ എന്ന് പറഞ്ഞാൽ വീടിന്റെ നീളം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വീടിന്റെ നീളം. അപ്പൊ അതിന്റെ പകുതി, വീടിന്റെ നീളത്തിന്റെ പകുതി ആകുമ്പോൾ 795 കിട്ടും. അതുപോലെ B/2 വീടിന്റെ വീതി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1206 എൻ്റെ ഓർമ്മ. 1206 പകുതി B/2 അത് 603 വരും. 1206 പകുതി 603. അപ്പൊ L/2 B/2 കണ്ടു കഴിഞ്ഞാൽ ഈ L/2 ഇതിലേതെങ്കിലും ഒന്ന്, അതായത് ഗ്രഹമധ്യത്തിൽ നിന്ന് ഇപ്പൊ നോക്കുക. ഇവിടെ കുറച്ചൊക്കെ നോക്കുക. അത് ഇവിടെ നോക്കുക. 1064 മൈനസ് 1064 മൈനസ് എത്രയാണ് എടുക്കേണ്ടത്? അപ്പോൾ ഇവിടെ B/2 ആണ് എടുക്കേണ്ടത്, L/2 ആണ്. 1064 നമുക്കറിയാം പിന്നെ തെക്കുവടക്ക് ഡയറക്ഷന്റെ മധ്യമാണ്. അപ്പൊ അത് തെക്കുവടക്കുള്ള, അപ്പൊ 795 കുറയ്ക്കണം. 1064 നിന്ന് 795 കുറയ്ക്കണം. മനസ്സിലായോ അതെങ്ങനെയാണെന്ന്? 1064 ഈ ലൈൻ വരച്ചേക്കുന്നത്. 795 L/2. അപ്പൊ 1064 മൈനസ് 795. കാരണം L/2 കുറയ്ക്കണം. L/2 കുറയ്ക്കുമ്പോൾ നമുക്ക് വടക്കേ അറ്റം കിട്ടും.
L/2 കുറയ്ക്കുമ്പോൾ അല്ല സോറി തെക്കേ അറ്റം കിട്ടും കുറയ്ക്കുകയാണ്. മധ്യത്തിൽ നിന്ന് L/2 കുറയ്ക്കുമ്പം 1064 മൈനസ് 795 റിസൾട്ട് 269 കിട്ടും. പ്ലസ് നോക്കണ്ട, 269 കിട്ടും. അപ്പൊ 269 ഇവിടെ എവിടെയാന്ന് നോക്കണം. നമുക്ക് ഏറ്റവും ഫസ്റ്റ് ലൈൻ നോക്കുക. അതായത് കിഴക്ക് പടിഞ്ഞാറ് ആ ഡയറക്ഷനുള്ള ലൈൻ ആദ്യത്തെ ലൈൻ 246.44 ആണ്. രണ്ടാമത്തെ 492.89 ആണ്. ഇതിന്റെ ഇടയ്ക്കാണ് 269. അത് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഡോട്ടൽ, അതാണ് വീടിന്റെ തെക്കേ അറ്റം. ക്ലിയർ ആയില്ല? മധ്യത്തിൽ നിന്ന് പകുതി കുറയ്ക്കുക. വീടിന്റെ പകുതി കുറയ്ക്കുമ്പോൾ നമുക്ക് തെക്കേ അറ്റം കിട്ടും. അപ്പൊ തെക്കേ അറ്റം നോക്കിയാൽ ഇവിടെ ഡോട്ടൽ ലൈൻ വരച്ചു നോക്കുക. 246നും 492 ഇടയ്ക്ക് വരും. അത് 246 അടുത്താണ് വരുന്നത് 269 ആകുമ്പോൾ. അപ്പൊ അവിടെ ഡോട്ടൽ ലൈൻ വരയ്ക്കുക. ഇതാണ് വീടിന്റെ തെക്കേ അറ്റത്തെ ഭിത്തി. ഭിത്തിയുടെ വെളിവശം ഈവൻ പ്ലാസ്റ്റിക്കും കഴിഞ്ഞിട്ടുള്ള അളവാണ്. അപ്പൊ തെക്കേ അറ്റം കിട്ടി. തെക്കേ അറ്റം കിട്ടിയതിന് വടക്കേ അറ്റം കിട്ടാൻ തോന്നും വീടിന്റെ നീളവും കൂട്ടിയാൽ മതി. നമുക്കറിയാം വീടിന്റെ നീളം 1050 അത് കൂട്ടണം. അതായത് 269 കൂടെ അവിടെ നോക്കുക. 269 അവിടെ എഴുതി. തെക്കേ അറ്റത്തിന്റെ അളവ് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് നോക്കുക. ആ തെക്കേ അറ്റത്ത് ആ ലൈൻ വരച്ചിട്ട് അതിന്റെ മുകളിൽ 269. അപ്പൊ അത് എല്ലാവരും വരയ്ക്കുക 269. അപ്പൊ നമുക്ക് വീടിന്റെ തെക്കേ അറ്റം കിട്ടി. അത് കഴിഞ്ഞ് 1590 കൂട്ടുമ്പോൾ വടക്കേ അറ്റം കിട്ടും. 269 കൂടെ 1590 വീടിന്റെ നീളം. അത് കൂട്ടുമ്പോൾ 1859 കിട്ടും. അപ്പൊ 1859 എവിടെ വരും നോക്കുക. 1859 എന്ന് പറഞ്ഞാൽ 1700 ഇപ്പൊ പടിഞ്ഞാറ് വശത്തുള്ള എഴുതിയൊക്കെ നോക്കുക. 1725 കൂടുതലാണ്. പക്ഷെ 1971 കുറവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അത് 1725 1971 ഇടയ്ക്ക് ഒരു ഡോട്ടർ ലൈൻ വരയ്ക്കുക. അതവിടെ ഡോട്ടർ ലൈൻ വന്നു. ആ ലൈനാണ് 1859. അത് മാർക്ക് ചെയ്യുക. 1859 ആരോ ഇടുക. ഇത്രയും നിങ്ങൾ വരയ്ക്കുക. ഇത്രയും മനസ്സിലായിട്ട് ആ 269 എവിടെ ലൈൻ വരച്ച് 269 എഴുതുക. അതിൽ നിന്ന് പിന്നെ വീടിന്റെ നീളം 1590. അപ്പൊ വടക്കേ അറ്റം വന്ന് 1590 കൂട്ടുമ്പോൾ 1859 ഒരു ലൈൻ വരയ്ക്കുക. അതാണ് വീടിന്റെ വടക്കേ അറ്റം. അപ്പൊ തെക്കേ അറ്റവും വടക്കേ അറ്റവുമായി. ഇനി കിഴക്കും പടിഞ്ഞാറും കാണും. കിഴക്കും പടിഞ്ഞാറും കാണുന്നതിന് വീടിന്റെ മധ്യം നമുക്കറിയാം 796 ആണ്. വീടിന്റെ മധ്യം 796 ആണ്. അതിന്റെ പകുതി B/2 603 ആണ്. 796 മധ്യം. അതിൽ നിന്ന് വീടിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 603 മുകളിൽ എഴുതിയുണ്ട് B/2. അപ്പൊ 796 603 കുറയ്ക്കണം നോക്കുക. 796 മൈനസ് 603. അതായത് ഗ്രഹത്തിന്റെ മധ്യത്തിൽ നിന്ന് 796 ആണ് ഗ്രഹത്തിന്റെ മധ്യം. അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നോർത്ത് എന്നെ നെയ്തിയേക്കുന്നിടത്ത് നോക്കുക. നോർത്ത് 796 ആണ് ഗ്രഹ മധ്യത്തിലുള്ള ലൈൻ. അതിൽ നിന്ന് നമ്മൾ 603 വീടിന്റെ പകുതി. പകുതി കുറയ്ക്കുമ്പോൾ പടിഞ്ഞാറേ അറ്റം കിട്ടും. അപ്പൊ 796 603 കുറയ്ക്കുമ്പോൾ നമുക്ക് 193 കിട്ടും. 193. ആ 193 ആണ് അപ്പൊ വീടിന്റെ പടിഞ്ഞാറേ അറ്റം. 193 എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. ഏറ്റവും താഴെ 181.56 ആണ്. അത് കഴിഞ്ഞാൽ 363.11 ആണ്. അതിന്റെ ഇടയ്ക്കായിരിക്കും 193. അപ്പൊ അവിടെ ഒരു ഡോട്ടർ ലൈൻ വരയ്ക്കുക. അത് അവിടെ ഡോട്ടർ ലൈൻ വരച്ചു. അതിനെ 193 എഴുതുക. 193. അപ്പൊ അതാണ് വീടിന്റെ പടിഞ്ഞാറേ അറ്റം. അപ്പൊ ഇപ്പൊ തെക്കേ അറ്റം കിട്ടി, വടക്കേ അറ്റം കിട്ടി, പടിഞ്ഞാറേ അറ്റം കിട്ടി. ഇനി കിഴക്കേ അറ്റം കണ്ടുപിടിക്കണം. കിഴക്കേ അറ്റം കണ്ടുപിടിക്കുന്നതിന് പടിഞ്ഞാറേ അറ്റത്തിന്റെ കൂടെ വീടിന്റെ വീതി കൂട്ടിയാൽ മതി. വീടിന്റെ വീതി നമുക്കറിയാം 1206 ആണ്. അപ്പൊ 193 കൂടെ പ്ലസ് 1206 കൂട്ടുമ്പോൾ നമുക്ക് 1399 കിട്ടും. അപ്പൊ 1399 എവിടെ വരും നോക്കണം. ഇവിടെ തെക്ക് വശത്ത് മേപ്പോട്ട് നോക്കുക. 1399 എന്ന് പറഞ്ഞാൽ 1270 കൂടുതലാണ്. 1452 കുറവുമാണ്. അപ്പൊ ആ രണ്ട് ലൈനിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഇങ്ങനെ വരിക. അവിടെ ലൈൻ വരുന്നു. അതായത് 1270 1452 ഇടയ്ക്കാണ് 1399 വരുന്നത്. അപ്പൊ അവിടെ ലൈൻ വരച്ചിട്ട് അതിന് 1399 കൊടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ 4 സൈഡ് വരച്ചു കഴിഞ്ഞു. വീടിന്റെ കിഴക്ക് വശമായി, പടിഞ്ഞാറ് വശമായി, തെക്ക് വശമായി, വടക്ക് വശമായി. ഇനി ആ വീടിന്റെ അതിർത്തി ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി വേറൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കളർ പെൻസിലോ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെ കളർ പെന്നോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും. അതായത് ഇവിടെ ഇപ്പൊ ചുമന്ന നിറത്തിലെ ലൈൻ വരും നോക്കുക. വീടിന്റെ കിഴക്കേറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇതാണ് വീടിന്റെ കിഴക്ക് വശം. അത് കഴിഞ്ഞ് വീടിന്റെ തെക്ക് വശം ഇപ്പം വന്നു. ഇത് വീടിന്റെ തെക്ക് വശമാണ്. വീടിന്റെ പടിഞ്ഞാറ് വശം വന്നു. ദാണ്ട് ഇപ്പം വന്നു വീടിന്റെ പടിഞ്ഞാറ് വശം. വീടിന്റെ വടക്ക് വശവും ആ ചുമന്ന ലൈൻ വന്നു. അപ്പൊ ഈ 4 ചുമന്ന ലൈനാണ് വീട്. അത് വടക്ക് പടിഞ്ഞാറോട്ട് വീടല്ല, സോറി തെക്ക് പടിഞ്ഞാറോട്ട് വീട് മാറി നിൽക്കുകയാണ്. കന്നിമൂലയുടെ ഭാഗത്തോട്ട് മാറി നിൽക്കുകയാണ് വീട്.
പിന്നെ കന്നിമൂലയുടെ ഭാഗത്തുള്ള ഓഫ്സെറ്റിനേക്കാൾ കൂടുതലാണ്, തെക്കിനേക്കാൾ കൂടുതൽ വടക്കും പടിഞ്ഞാറിനേക്കാൾ കൂടുതൽ കിഴക്കുമുണ്ട്. അപ്പം വീട് കന്നിമൂലയുടെ ഭാഗത്തേക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം, ഗമന നിയമം അനുസരിച്ചുള്ള ഗമനം കൊടുത്തു. അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് വീടിന്റെ സ്ഥാനം കണ്ടു. ഇനി ഇവിടെ നോക്കുക, ഇനി അവസാനം ഒരു ലൈൻ കൊണ്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അതാണ് നമ്മൾ എഴുതി കൊടുക്കുന്ന സാധനം. അതായത് ഇതൊക്കെ നമ്മളുടെ അറിവിന് വേണ്ടി നമ്മളെല്ലാം വരയ്ക്കാം. പക്ഷെ നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ കസ്റ്റമർ കൊടുക്കേണ്ടത് വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും ഈ ഗ്രഹത്തിന്റെ കന്നിമൂലയിലേക്കുള്ള ദൂരം നമ്മൾ കൊടുക്കണം. അത് ഇങ്ങനെ കുറുക്കെയുള്ള ദൂരമല്ല കൊടുക്കേണ്ടത്. അത് തെക്ക് വടക്ക് ദിശയിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ദൂരം കൊടുക്കണം. അപ്പൊ അവിടെ നോക്കുക, ആദ്യത്തെ ഒരു ഡോട്ടഡ് ലൈൻ 269 വന്നേക്കുന്നത്. അതായത് തെക്ക് വശം 269 വന്നേക്കുന്നത്. അപ്പൊ അതായത് വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും 269 സെന്റിമീറ്റർ വടക്കോട്ട് മാറിയാണ് ഗ്രഹത്തിന്റെ കന്നിമൂല വന്നേക്കുന്നത്. നോക്കുക, ആ 269 മോളിൽ നോക്കുക. വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും 269 സെന്റിമീറ്റർ വടക്കോട്ട് മാറിയാണ് ഗ്രഹത്തിന്റെ കന്നിമൂല. അതുപോലെ വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും കിഴക്കോട്ട് എത്ര മാറും? അവിടെ നോക്കുക, 193 എഴുതിയിട്ടുണ്ട്. ആ വടക്ക് വശം എഴുതിയിട്ടുണ്ട്, വടക്ക് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും 193 സെന്റിമീറ്റർ കിഴക്കോട്ടും 269 സെന്റിമീറ്റർ വടക്കോട്ടും മാറി ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം. ഇതാണ് ഇതും കൂടെ എഴുതിയാലേ കണക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്ന് കേട്ട നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതിയാൽ മതി. ഇതെല്ലാം ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആണ്. വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും വടക്ക് ദിശയിലേക്ക് എത്ര നോക്കുക. വടക്ക് ദിശയിലേക്ക് എടുക്കേണ്ട മുകളിൽ 269 സെന്റിമീറ്റർ വടക്കോട്ട് മാറിയിട്ടാണ് ചുവന്ന ലൈൻ വരുന്നത്. അപ്പം 269 സെന്റിമീറ്റർ വടക്കോട്ടും ഇനി കിഴക്കോട്ട് പടിഞ്ഞാറ് അറ്റത്തെ ലൈൻ നോക്കുക. പടിഞ്ഞാറ് അറ്റത്തെ, കാരണം തെക്കും പടിഞ്ഞാറോടെ ചേരുമ്പോഴാണ് കന്നിമൂല വരുന്നത്. അപ്പോൾ അത് രണ്ടും നോക്കണം. അപ്പം പടിഞ്ഞാറ് അറ്റത്ത് നിന്ന് 191 സെന്റിമീറ്റർ കിഴക്കോട്ട് വരും. അപ്പൊ 269 സെന്റിമീറ്റർ വടക്കോട്ടും 193 സെന്റിമീറ്റർ കിഴക്കോട്ടും മാറി ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം വാസ്തവത്തിന്റെ കന്നിമൂലയിൽ നിന്ന്. അപ്പൊ അത് എഴുതുമ്പോ നോക്കുക, അത് എഴുതിയൊക്കെ നോക്കുക. അവിടെ ആകുമ്പോഴേ ശരിക്കും ആൻസർ ആവുള്ളൂ. നോക്കൂ, വാസ്തു മണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും വടക്ക് ദിശയിലേക്ക് 269 സെന്റിമീറ്ററും കിഴക്ക് ദിശയിലേക്ക് 193 സെന്റിമീറ്ററും മാറി ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ഥാനം കാണുന്നത്. കറക്റ്റ് ഗമനവും നമ്മുടെ ഗമന നിയമത്തിൽ പറയുന്ന ഗമനം അതിനുള്ള എല്ലാം കൊടുത്തിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തമമായിട്ട് വരുന്ന വീടിന്റെ അളവുകൾ നേരത്തെ ഉത്തമമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വാസ്തുമണ്ഡലത്തിന്റെ അളവും വീടിന്റെ അളവും പറ്റി ഇത് വരയ്ക്കണം. ഈ വരച്ച് ചെയ്യുന്ന ഒറ്റ മെത്തേഡാണ് ഇതെല്ലാം ഏത് ചെയ്യണമെങ്കിലും. ഇത് പിന്നെ ആദ്യം ചിലപ്പോൾ ഒരു ഇത് തോന്നും, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഓരോ വീടും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കുറവാകും. ഇത് എങ്ങനെയാണ് നമുക്ക് സ്ഥാനം കാണേണ്ടത്? ആ വീടിന്റെ വാസ്തുമണ്ഡലത്തിൽ വീടിന്റെ സ്ഥാനം കാണേണ്ട മെത്തേഡ് ഇതാണ്. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ സ്ഥാനം കണ്ട ഈ കണക്കിന് ഒരു ഹോംവർക്ക് തരും. ആ ഹോംവർക്ക് നമ്മൾ വീട് ചെയ്തുകൊണ്ട് വരണം. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. നമ്മളെല്ലാം അങ്ങനെയാണ്, ഒരു ക്ലാസ്സിൽ ചെയ്യും. ഇവിടെ ഇതെല്ലാവരും എഴുതി കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഈ കാണുന്നത് നമ്മളിപ്പോഴ് വീടിന്റെ വെളിയിലത്തെ ഭിത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ. വീടിന്റെ കിഴക്കേറ്റത്തുള്ള ഭിത്തിയും പടിഞ്ഞാറേറ്റത്തുള്ള ഭിത്തിയും വടക്കേറ്റത്തുള്ള ഭിത്തിയും തെക്കേറ്റത്തുള്ള ഭിത്തിയും 4 ഭിത്തികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അകത്ത് വേറെ ഭിത്തികൾ വരും. അതും ഈ മർമ്മത്തിലൊന്നും വരാൻ പാടില്ല. മർമ്മത്തിലും പിന്നെ സൂത്രവീതിയിലും ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതുമൊക്കെ അത് മർമ്മം നോക്കുക എന്ന് അവസാനം ഒരു പ്രൊസീജിയറുണ്ട്. എപ്പോഴും അത് സാധാരണ പ്ലാൻ എല്ലാം കംപ്ലീറ്റ് ആയി അകത്തുള്ള മുറികളുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവസാനം അത് ചെയ്യാറുള്ളൂ സാധാരണ. കാരണം ഒരിക്കൽ നമ്മളിങ്ങനെ മർമ്മം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാനിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ വീണ്ടും മർമ്മം നോക്കേണ്ടി വരും. അപ്പോൾ മർമ്മം നോക്കുക പറഞ്ഞാൽ കുറച്ച് tedious ആയിട്ട് അതിന് പിന്നെ ചില ഇതൊക്കെ ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ് നോക്കാൻ. പക്ഷെ എന്നാലും മാനുവലായിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് തറവാകും. മറ്റേത് നമുക്ക് എന്തോ ചെയ്യുന്ന നമുക്കറിയില്ല. നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആൻസർ അത് തരും. അതായത് പിന്നെ എത്ര വാസ്തുമണ്ഡല നീളം എത്രയാണ്, വാസ്തുമണ്ഡല വീതി എത്രയാണ്, വീട് കിഴക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി തെക്കിനി ഇതിലേതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അത് ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സാധനം ഇങ്ങോട്ട് ഇത് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പക്ഷേ ആ സോഫ്റ്റ്വെയർ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാര്യം മനസ്സിലാവില്ല. നമ്മൾ ഏറ്റവും ഇത് തന്നെത്താനെ ഇതനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കത് ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോഴും കൂടുതൽ നമുക്ക് തറവാകും. അപ്പോൾ അത് ശരിക്കും ഇത് ചെയ്യുകയാണെങ്കിൽ
ഒരു 10-15 മിനിറ്റ് മതി ഇത് കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഓരോന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോയതുകൊണ്ട് കൂടുതൽ സമയം എടുത്തത്. ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് സാറേ നമ്മളെ പുസ്തകത്തില് നാഗസൂത്രം കാണുന്നുണ്ടല്ലോ, അത് സാറ് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതെ, നാഗസൂത്രം ഞാൻ പറഞ്ഞു, വീടുകൾക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. വീടുകളുടെ സ്ഥാനം കാണുമ്പോൾ നമ്മൾ നാഗസൂത്രം എടുക്കാറില്ല. ബാക്കിയുള്ള സൂത്രം ബ്രഹ്മസൂത്രം, യമസൂത്രം, വൃത്തിസൂത്രം, കർണസൂത്രം, പിന്നെ നാഴികൾ ഇങ്ങനെയുള്ള എടുക്കുള്ളൂ. നാഗസൂത്രം മനുഷ്യാലയത്തിന് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ സാർ. പിന്നെ മറ്റെന്തെങ്കിലും സംശയം? സാർ അതുപോലെ നമ്മളിപ്പോ 4 വശങ്ങളും വ്യത്യസ്തമാണെങ്കിൽ നമ്മളത് സാറ് പറഞ്ഞ പോലെ ചതുരശ്രപ്പെടുത്തിയതിന് ശേഷമാണോ ഇത് ചെയ്യേണ്ടത്? 4 വശങ്ങളും വ്യത്യസ്തമാണ്, ഞാൻ മനസ്സിലായില്ല എങ്ങനെ? ഇപ്പൊ നമ്മളിപ്പോ 2218 നീളം എന്ന് പറയുമ്പോ മറ്റേ ഭാഗവും നീളം 2218 ആണല്ലോ. അത് 2218 തെക്കുവശത്തെ നീളവും വടക്കുവശത്തെ നീളവും തുല്യമായിരിക്കും, കിഴക്കും പടിഞ്ഞാറും തുല്യമായിരിക്കും. റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ? അത് തുല്യമല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മളത് ചതുരശ്രപ്പെടുത്തണോ? അല്ല, നമ്മള് വാസ്തുപഠനത്തിന്റെ അളവ് എപ്പോഴും നേരത്തെ കാണാൻ നമ്മൾ പഠിച്ചല്ലോ. വാസ്തുപഠനത്തിന്റെ ഉത്തമമായ അളവുകൾ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് വസ്തുവിന്റെ അളവ് നമ്മളിപ്പോ നേരത്തെ പരമാവധി നീളവും വീതിയും കണ്ടപ്പോഴും ആദ്യം അത് ചെയ്തിട്ടേ ചെയ്യുക. അതായത് വസ്തുവിന്റെ നീളവും വീതിയും വെച്ച് വസ്തുവിന്റെ ചുറ്റളവ് കാണും. ആ ചുറ്റളവിൽ നമുക്ക് പടിഞ്ഞാറ്റിനെയോ തെക്കിനെയോ വടക്കിനെയോ കിഴക്കിനെയോ നോക്കിയിട്ട് ഉത്തമമായ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ചുറ്റളവ് കൂടാതെ ഉള്ളത് വസ്തുവിന്റെ ചുറ്റളവ്, വസ്തുവിന്റെ നീളവും വീതി. ഇപ്പൊ ഇവിടെ 2218 1660 ആണെന്ന് തോന്നുന്നു ഇവിടെ അതിനുണ്ട് ഈ ക്വസ്റ്റിനിൽ. അത് വെച്ച് നമ്മൾ വസ്തുവിന്റെ ചുറ്റളവ് കണ്ടപ്പോൾ 7704 എന്തോ വന്നു. അപ്പൊ അത് ഉത്തമമായതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ എടുത്തത്. അത് ചിലപ്പോൾ ഉത്തമമാകണമെന്നില്ല. ഉത്തമമാകാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ഈ പരമാവധി നീളവും വീതിയും ചിലപ്പോൾ അതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് വാസ്തു മണ്ഡലത്തിന്റെ ചുറ്റളവ് നമ്മളെ വസ്തുവിന്റെ ചുറ്റളവിൽ നിന്നും നമ്മൾ വാസ്തു മണ്ഡലത്തിന്റെ നീളവും വീതിയും കഴിഞ്ഞാൽ അത് കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പം ചുറ്റളവ് പറഞ്ഞാൽ നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നീളവും വീതിയും അപ്പൊ നീളം പ്ലസ് വീതിയിലുള്ള വ്യത്യാസം കാണണം. നീളം പ്ലസ് വീതി ഇൻറ്റു 2 ആണ് ചുറ്റളവ്. അപ്പൊ നീളം പ്ലസ് വീതി ചുറ്റളവ് ബൈ 2. അപ്പൊ ചുറ്റളവിലുള്ള വ്യത്യാസത്തിനെ 2 കൊണ്ട് ഭാഗിക്കണം. ചുറ്റളവിൽ ഇപ്പൊ 100 സെന്റിമീറ്റർ ആണ് ചുറ്റളവിൽ വ്യത്യാസമെങ്കിൽ 100/2 50 സെന്റിമീറ്റർ ആയിരിക്കും നീളത്തിലും വീതിയിലും ഉള്ളത്. നമ്മൾ ചെയ്തതാണ് അതുപോലത്തെ ക്വസ്റ്റ്യൻ. ഈ പരമാവധി നീളവും വീതി അല്ല പരമാവധി നീളവും വീതിയും കണ്ടപ്പോൾ. അപ്പം വാസ്തു മണ്ഡലത്തിന്റെ ചുറ്റളവ് വസ്തുവിന്റെ ചുറ്റളവിൽ നിന്നും വാസ്തു മണ്ഡലത്തിന്റെ ചുറ്റളവ് കുറയ്ക്കുമ്പോൾ ചുറ്റളവിലെ വ്യത്യാസം കിട്ടും. അതിന്റെ പകുതിയാണ് നീളം പ്ലസ് വീതിയിലെ വ്യത്യാസം. ആ നീളം പ്ലസ് വീതിയിലെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ആ വ്യത്യാസം അപ്പൊ നീളം ഇപ്പൊ 100 സെന്റിമീറ്റർ ആണ് നീളം പ്ലസ് വീതിയിലെ വ്യത്യാസം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 100 സെന്റിമീറ്റർ വേണേൽ നീളത്തിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ വീതി കുറയ്ക്കാം, അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ നീളത്തിലും 50 പകുതി നീളത്തിലും പകുതി വീതിയിലും കുറയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പൊ 100 സെന്റിമീറ്റർ ആണ് നീളം പ്ലസ് വീതിയിൽ കുറയ്ക്കേണ്ടെങ്കിൽ 75 നീളത്തിലും 25 വീതിയിലും കുറയ്ക്കാം. ടോട്ടൽ നീളം പ്ലസ് വീതി 100 സെന്റിമീറ്റർ കുറയ്ക്കണം. അത് എങ്ങനെ കുറയ്ക്കണം നമുക്ക് തീരുമാനിക്കാം. പക്ഷേ സാധാരണ അത് ചെയ്യുന്ന സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ്. സൈറ്റിൽ പോയി നോക്കിയിട്ട് എവിടെയാണ് കുറയ്ക്കേണ്ടത്, ഏതെങ്കിലും വീതിശൂല അല്ലെങ്കിൽ വേറെ അടുത്ത വീട്ടിൽ നിന്നുള്ള ഭേദങ്ങൾ വല്ലതും വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് വീട് മാറി നിൽക്കണം, അതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയ അളവിൽ എപ്പോഴും കുറയാണ്. എപ്പോഴും വാസ്തു മണ്ഡലത്തിന്റെ ഷേപ്പ് സ്ക്വയർ ആണ് ഏറ്റവും നല്ലത്, സമചതുരമാണ് ഏറ്റവും നല്ലത്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സമചതുരം ആക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ആ സമചതുരത്തിനോട് അടുപ്പിക്കണം. സമചതുരത്തിനോട് അടുക്കണമെങ്കിൽ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം കുറയണം. ഇപ്പൊ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 100 സെന്റിമീറ്റർ, വേറൊന്നിന്റെ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 50 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 50 സെന്റിമീറ്റർ നീളവും വീതിയും കൂടെ സ്ക്വയറിനോട് അടുത്ത് വരും. നീളവും വീതി തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നതോറും സ്ക്വയറിനോട് അടുത്ത് വരും. അപ്പൊ സ്ക്വയറിനോട് അടുപ്പിക്കുക, അത് നല്ലത്. അപ്പം നീളത്തിൽ നിന്ന് കുറയ്ക്കണം. ടോട്ടൽ 100 സെന്റിമീറ്റർ ആണ്, 100 നീളത്തിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ അങ്ങനെ നീളത്തിൽ നിന്ന് ടോട്ടൽ കുറച്ചിട്ട് അത് നീളമായിട്ടും വീതിയായിട്ടും എടുത്ത് ചുറ്റളവ് കാണുമ്പോൾ നമ്മൾ ഉത്തമമായ ചുറ്റളവ് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ വാസ്തു മണ്ഡലത്തിന്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായത്? നമ്മൾ ചെയ്തതാണത്. ഹലോ, അത് മനസ്സിലായി മനസ്സിലായി. അപ്പൊ അങ്ങനെ വാസ്തു മണ്ഡലത്തിൽ നീളവും വീതിയും കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മൾ കുറയ്ക്കണം ഏത് കുറയ്ക്കണം എന്നൊക്കെ ഉള്ള സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് സാധാരണ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ പോകുമ്പോൾ നോട്ട് ചെയ്യണം. അത് കുറച്ച് എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ അത് മനസ്സിലാക്കിയാണ് എവിടുന്ന് ഏതെങ്കിലും ഭേദങ്ങൾ വരുന്നുണ്ടോ, ഏതെങ്കിലും വലിയ വൃക്ഷങ്ങളൊക്കെ വരുന്നുണ്ടോ, അത് നമ്മൾ പ്ലാൻ വെച്ചോണ്ട് നോക്കുമ്പോൾ അത് കഥകിനെ ചെയ്യുമ്പോൾ വീട് ചിലപ്പോൾ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം എന്നൊക്കെ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ അപ്പൊ എവിടെയാണ് നമുക്ക് ഈ വാസ്തുമണ്ഡലത്തിന്റെ കട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ നീളത്തിൽ നിന്ന് കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ വീതിയിൽ നിന്ന് കുറയ്ക്കണം, അതൊക്കെ നമുക്ക് അത് വെച്ച് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വാസ്തു മണ്ഡലത്തിന്റെ സ്ഥാനം നമ്മൾ കറക്റ്റായിട്ട് ആദ്യം കാണണം.
അത് നമ്മൾ ആദ്യത്തെ വിസിറ്റിന് പോകുമ്പോൾ തന്നെ അത് കാണുന്ന അല്ലെങ്കിൽ പറ്റുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഉദ്ദേശം ഒരറ്റത്ത് നിന്ന് എത്ര ഉദ്ദേശം ടേപ്പ് വെച്ച് അപ്രോക്സിമേറ്റ് നടന്നാലും മതി. ഉദ്ദേശം എത്ര സെന്റിമീറ്റർ മാറിയാണ് തെങ്ങ് പോട്ടെ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ മോന്തായത്തിന്റെ വേദം വരുന്നുണ്ടെങ്കിൽ ആ മോന്തായ വേദം എവിടെയാണ് വരുന്നത്, അപ്പൊ അത് മോന്തായ വേദം നമ്മുടെ വീടിനെ വരാതിരിക്കാനായിട്ട് എങ്ങോട്ട് മാറ്റുന്നതാണ് നല്ലത്. ഇതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സൈറ്റ് കണ്ടീഷൻ നോക്കിയിട്ടാണ് പലപ്പോഴും തീരുമാനിക്കുന്നത്. ചിലപ്പോൾ സൈറ്റ് കണ്ടീഷന് ഒരു പ്രശ്നവും കാണില്ല, ഒരു വേദവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് നമ്മുടെ ഇതനുസരിച്ച് എങ്ങോട്ടുള്ള മാറ്റാം. പക്ഷെ സാധാരണ ചെയ്യുന്നത് നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കാൻ വേണ്ടി നീളത്തിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ അങ്ങനെ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ പിന്നെ ഇതിപ്പോ നമ്മുടെ ഏറ്റവും വെളിയിലത്തെ നീളവും വീതി മാത്രമേ നോക്കിയുള്ളൂ, ഏറ്റവും വെളിയിലത്തെ അളവ് മാത്രമേ നോക്കിയുള്ളൂ. ആക്ച്വലി എല്ലാം നോക്കുന്നത് അത് മർമ്മം നോക്കുക എന്നുള്ള അവസാന ഒരു പ്രൊസീജിയർ ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ എല്ലാ ഭിത്തികളും, വീടിനകത്ത് വരുന്ന ഭിത്തികളും മർമ്മത്തിലോ പിന്നെ മർമ്മങ്ങളിലോ ഒന്നും വരാൻ പാടില്ല, സൂത്രവീതിയിലോ വരാൻ പാടില്ല. അത് പിന്നെ ഓരോന്നായിട്ട് നമ്മൾ അത് പിന്നെ മർമ്മം നോക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേ അത് മനസ്സിലാവുള്ളൂ. ഇതാണ് അവസാനം. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 4 ദിശകളിലും വീടിന്റെ ഏറ്റവും വെളിയിലുള്ള ഭിത്തികൾ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. ഏറ്റവും കിഴക്കേറ്റത്തെ ഭിത്തി, പടിഞ്ഞാറേറ്റത്തെ ഭിത്തി, വടക്കേ അറ്റത്തുള്ള ഭിത്തി, തെക്കേ അറ്റത്തുള്ള ഭിത്തി, ഇടയ്ക്കുള്ള നടുക്ക് വരുന്ന മുറികളുടെ ഭിത്തി ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ അതും നോക്കിയിട്ട് വേണം ശരിക്കും കൊടുക്കാൻ. വീടിന്റെ ഉള്ളിലുള്ള ഭിത്തികളും തൂണുകളും മർമ്മങ്ങളിലോ സൂത്രവീതിയിലോ കയറി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അത് മർമ്മം നോക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അപ്പോഴാണ് അത് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ പിന്നെ ഈ സ്ഥാനം നോക്കുന്ന ഉള്ളത്. അപ്പൊ ഇതൊരു ഹോംവർക്കാണ്, ഇത് എഴുതി എടുത്തോളുക സാറേ. സാറേ, നമ്മുടെ ഈ സൂത്രവീതിയുടെ പകുതി കണ്ടല്ലോ, അത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ എവിടെയും ഉപയോഗിച്ചിട്ടുണ്ടോ? അത് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. അതിങ്ങനെ എപ്പോഴാണ് കാണിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, ഇവിടെ പിന്നെ ആ സൂത്രവീതിയുടെ പകുതി തെക്ക് വടക്ക് ഡയറക്ഷനിൽ 10.27, കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ 7.57. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു എന്റെ ഈ കഴ്സർ കാണാമല്ലോ അല്ലേ? അനങ്ങുന്ന കാണാമല്ലോ. അപ്പൊ ഇതിപ്പോ ഒരു നാഡിയാണ്. ഇപ്പൊ ഞാൻ അതായത് പിന്നെ മഹാമർമ്മത്തിൽ കൂടിയുള്ള ഒരു നാഡിയാണ്. ഇതായി മോളിൽ ഞാൻ താഴോട്ട് ഇങ്ങനെ കാണിച്ച ഒരു നാഡിയാണ്. ആ നാഡിയിലെ തെക്കോട്ടും അതുപോലെ തന്നെ വടക്കോട്ടും പകുതി, അതായത് 10.27 സെന്റിമീറ്റർ ദൂരം ഈ നാഡിയിൽ നിന്നും തെക്കോട്ടും, അതുപോലെ 10.27 സെന്റിമീറ്റർ വടക്കോട്ടും അത്രയും സൂത്രത്തിന്റെ വീതി വരും. സൂത്രം എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ ലൈൻ മാത്രമല്ല, കുറച്ച് വീതിയുണ്ട്. ആ വീതിയാണ് 10.27 സെന്റിമീറ്റർ. ആ വീതിയുടെ പകുതിയാണ്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും നാഡിയുടെ തെക്കോട്ടും 10.27 സെന്റിമീറ്റർ, നാഡിയുടെ വടക്കോട്ടും 10.27 സെന്റിമീറ്റർ. അപ്പൊ അത്രയും സ്ഥലം നമ്മൾ വീടിന്റെ വേറെ ഭിത്തികളൊക്കെ വരയ്ക്കുമ്പോൾ അവിടെ വരാൻ പാടില്ല, ഈ സൂത്രവീതി കയറി വരാൻ പാടില്ല. ഓരോ നാഡിയിലും ഇതുപോലെ 10.27 സെന്റിമീറ്റർ തെക്കോട്ടും 10.27, അതായത് കിഴക്ക് പടിഞ്ഞാറുള്ള നാഡികളിലാണ് ഇങ്ങനെ തെക്ക് വടക്ക് സൂത്രവീതിയുടെ വണ്ണം വരുന്നത്. അപ്പൊ അവിടെ 10.27 സെന്റിമീറ്റർ തെക്കോട്ടും ഓരോ നാഡിയിലും 10.27 സെന്റിമീറ്റർ വടക്കോട്ടും മാറി സൂത്രവീതി വരും. ആ സൂത്രവീതിയിലും ഭിത്തി തൊടാൻ പാടില്ല. മറ്റേ ഡയറക്ഷനിലാണെങ്കിൽ തെക്ക് വടക്ക് ഡയറക്ഷനിലുള്ള ഏതെങ്കിലും നാടി നോക്കുക. അപ്പൊ ഇവിടെ ഈ മഹാമർമ്മത്തിൽ കൂടെയുള്ള ഈ നാടി നോക്കുക, അതായത് 1, 2, 3, 4ാമത്തെ നാടി. ഈ എന്റെ കഴ്സർ പോകുന്ന ആ ഒരു 547.67 കൂടിയുള്ള ആ ഒരു നാടി നോക്കുക. ആ 2 മഹാമർമ്മങ്ങളൊക്കെ വരുന്ന നാടി. ആ നാടിയില് 7.57 ആണ് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനുള്ള സൂത്രവീതിയുടെ പകുതി. അപ്പൊ ഓരോ വശത്ത്, അതായത് കിഴക്കോട്ടും 7.57 സെന്റിമീറ്റർ, പടിഞ്ഞാറോട്ടും 7.57 സെന്റിമീറ്റർ. അത്രയും സ്ഥലം പിന്നെ സൂത്രവീതിയാണ്. അത് എനർജി ഫ്ലോ ചെയ്യുന്ന സ്ഥലമാണ്. ആ എനർജി ഫ്ലോ ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ വീടിന്റെ ഭിത്തിയോ ദൂരം കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങോട്ട് 7.5, ഇപ്പൊ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇവിടെ കാണാൻ എല്ലായിടത്തും ക്ലിയർ ആയിട്ടുണ്ട്, നമുക്കറിയാം. അതേസമയം ഇതിപ്പോ ഈ ഒരു ലൈൻ, സപ്പോസ് നമ്മൾ ഈ ഒരു ലൈൻ എടുക്കുക, ഈ വീടിന്റെ കിഴക്കേ അറ്റത്തെ ഈ ലൈൻ എടുക്കുക. ഇത് സപ്പോസ് ഈ നാടിയോടങ്ങ് ചേർന്ന് വന്നുകൊണ്ടിരിക്കട്ടെ. ഇതിപ്പോ 1452 ആണ്, ഇത് 1399 ഉള്ളൂ. അപ്പൊ ഏതാണ്ട് മോർ ദാൻ 100 സെന്റിമീറ്റേഴ്സ് ഇപ്പൊ ഈ നാടിയിൽ നിന്ന് ദൂരമുണ്ട്. ഈ നാടിയിൽ നിന്ന് ഈ ഇതിലേക്കുള്ള 100 സെന്റിമീറ്റർ കൂടുതലുണ്ട്. ചിലപ്പോൾ അങ്ങനെ വന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ 1452 ചിലപ്പോൾ 1450 ചിലപ്പോൾ ഇത് വരുന്നത്. ഈ ഒരു 1450 ആകുമ്പോൾ ചിലപ്പോൾ 2.44 സെന്റിമീറ്റർ ഉള്ളൂ. നമുക്ക് വേണ്ടത് 7.5 സെന്റിമീറ്റർ വേണം. അപ്പൊ ഇത് സൂത്രവീതി കയറി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗമനം വീണ്ടും ആദ്യം വന്നിട്ട് ഗമനം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് അത് മാറ്റണം. കൂട്ടാൻ നോക്കില്ല, കാരണം പരമാവധി ഗമനം നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ കുറച്ച്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് നമ്മളറിയാം
നമ്മൾ ഗമന നിയമത്തിലൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ആരിലും ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. അതായത് 2 ഗമനമുണ്ട്. ഒന്ന് പ്രധാന ഗമനവും മറ്റേത് അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്ത ഗമനവും. പ്രധാന ഗമനം എന്ന് പറഞ്ഞാൽ വീടിന്റെ ദിശയ്ക്ക് സമാന്തരമായുള്ള ഗമനമാണ് പ്രധാന ഗമനം. ആ ഗമന നിയമം അനുസരിച്ച് തന്നെ കാണണം. രണ്ടാമത്തെ ഗമനം നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്കൊരു വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിപ്പോ ഇവിടെ 7 ഒറ്റ ഇതേ കൊടുക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഒരു വാല്യൂ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അത് കുറച്ചൊരു ഇതിന്റെ തിയറി കാര്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവിടെ ഗ്രാസ്പ് ചെയ്യാനുള്ള കുറച്ചൊരു ഇത് വരും. ഞാനൊക്കെ ആദ്യം പഠിക്കുമ്പോൾ ഞാനിവിടെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തില് അതിന്റെ സെക്കൻഡ് ബാച്ച് വർഷങ്ങൾ കുറെ ആയി. അന്ന് നമ്മുടെ നമുക്ക് ഈ ക്ലാസ് എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്ലാസ്സിൽ നിന്ന് വളരെ കുറച്ച് സ്പീഡിലാണ് ക്ലാസ്സൊക്കെ എടുക്കുക. കാരണം ഈ പോർഷൻ ഇത്ര സമയം കൊണ്ട് ഞങ്ങൾക്ക് തീർക്കണം എന്നുള്ളതുകൊണ്ട് വളരെ സ്പീഡിലങ്ങ് പോകും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ കാര്യമായിട്ടൊന്നും വീട്ടിൽ പോയി പിന്നെ നോക്കിയാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ പോയി നോക്കി വേറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് തരും, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തരും. അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കൂടെ കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടുന്നത്. കുറച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ആദ്യം ചിലപ്പോൾ ഒരു ഇത് വരും, പക്ഷെ ഇത് സെയിം പ്രൊസീജിയറാണ് എല്ലാത്തിനും. അപ്പൊ അതുകൊണ്ട് ആ പ്രൊസീജിയർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ ഇതാണ് ഇതനുസരിച്ച്, അതായത് സ്ഥാനം കാണാനുള്ളത്. ഇതിപ്പം സെക്കൻഡ്, ഇവിടെ 4 ദിശകളിലും വീടിന്റെ ഏറ്റവും വെളിയിലുള്ള ഭിത്തികൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. വീടിന്റെ ഉള്ളിലുള്ള ഭിത്തികളും തൂണുകളും മർമ്മങ്ങളിലോ സൂത്രവീതിയിലോ കയറി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹോംവർക്ക്. ഈ ഹോംവർക്ക് ഒന്ന് എഴുതി എടുക്കുക, വീട്ടിൽ പോയി ഇന്ന് പോയി ചെയ്യാൻ നോക്കുക. ഇവിടെ വ്യത്യാസമുള്ള അളവുകൾ വ്യത്യാസമുണ്ട്. ഈ എല്ലാ ചോദ്യങ്ങളും ആക്ച്വൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത വർക്കുകളുടെ സ്വന്തമായിട്ട് ഊഹിച്ചെടുത്തിട്ടുള്ള ഒരു ഇതുമില്ല. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എല്ലാ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഇപ്പൊ ഈ തന്ന ക്വസ്റ്റ്യനും എല്ലാം എവിടെങ്കിലും ഒരിടത്ത് ആക്ച്വൽ പ്രാക്ടിക്കലായിട്ട് വന്നിട്ടുള്ള അളവുകളാണ്. ഇത് കിഴക്ക് പടിഞ്ഞാറ് 1512 സെന്റിമീറ്റർ നീളവും തെക്ക് വടക്ക് 1284 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തു മണ്ഡലത്തിൽ, ക്വസ്റ്റ്യന് കിടപ്പോട് നോക്കി എഴുതിയാൽ മതി, സ്ക്രീനിലുണ്ട്, 1078 സെന്റിമീറ്റർ നീളവും 980 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വീട് വടക്കിനിയായി ചെയ്യുന്നതിനുള്ള ഉത്തമമായ സ്ഥാനം കാണുക. ഇവിടെ വടക്കിനിയാണ്, മറ്റേത് പടിഞ്ഞാറ്റിനിയായിരുന്നു. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് അതിനെപ്പറ്റി ഒന്നൊരു കാര്യം പറയാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയുക. ആരെങ്കിലും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞെങ്കിൽ പറയുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണിത്. മനസ്സിലാക്കാൻ അല്പം കുറച്ചൊന്ന് നമ്മള് വീട്ടിൽ പോയൊക്കെ നോക്കേണ്ടി വരും. വീട്ടിലൊക്കെ പോയി എത്രത്തോളം നമ്മൾ സ്വന്തമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ആരും എഴുതിയെടുത്തില്ല? ആരെങ്കിലും എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം. എഴുതി തീരാത്ത ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ എഴുതി തീരാത്തവരും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത് അടുത്ത ക്ലാസ് ചെയ്തുകൊണ്ട് വരിക. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാല് വടക്കിനിയാണ്, മറ്റേ പടിഞ്ഞാറ്റിനിയായിരുന്നു, ഇത് വടക്കിനിയാണ്. വടക്കിനിയാകുമ്പോൾ നമുക്കറിയാം ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറി വരണം ഗൃഹനാഭി വരാൻ. മറ്റേ തെക്ക് പടിഞ്ഞാറോട്ടായിരുന്നു. പടിഞ്ഞാറ്റിനിയാകുമ്പോൾ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ഗൃഹനാഭി വരുന്നത്. ഇത് വടക്കിനിയാകുമ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി വരും. അപ്പൊ നമ്മള് ഗമനം, ഇവിടെ ഗമനം കുറയ്ക്കുകയായിരുന്നു നമ്മള്, അവിടെ ഗമനം കൂട്ടേണ്ടി വരും. കാരണം മുകളിൽ നീളത്തിലും വീതിയിലുള്ള ഗമനം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് കൂട്ടേണ്ടി വരും. ആ ഒരു വ്യത്യാസമുണ്ട്. ബാക്കി മിക്കവാറും എല്ലാം അളവിന്റെ വ്യത്യാസമുണ്ട്. ഗമനങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ സെയിം മെത്തേഡാണ്. നിങ്ങൾ ചെയ്ത് നോക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാത്തവർക്ക് സംശയമൊന്നും വരില്ല. ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ് എന്നായാലും അത് വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ സംശയം നമുക്ക് വരാം.
മനസ്സിലായി. അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പം പിന്നെ ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് വരിക. ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇതുവരെ വീടിന്റെ നീളവും വീതിയും കാണാനും വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കാണാനും, അതുപോലെ തന്നെ ഒരു വീടിന്റെ വിസ്തീർണം തന്നു കഴിഞ്ഞാൽ ആ വിസ്തീർണത്തിന് അനുയോജ്യമായിട്ടുള്ള ഉത്തമമായ നീളവും ഉത്തമമായ വീതി കാണാനും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സ്ഥാനം കാണുന്ന കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. എങ്ങനെയാണ് വാസ്തുമണ്ഡലത്തിന്റെ അളവും വീടിന്റെ അളവും, അതുപോലെ തന്നെ വീട് തെക്കിനെയോ വടക്കിനെയോ കിഴക്കിനെയോ പടിഞ്ഞാറ്റിനെയോ ഇതിലേതാന്ന് വെച്ചാൽ അത് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് അത്രയും ഡേറ്റ ഉണ്ടെങ്കിൽ വീടിന്റെ സ്ഥാനം കാണുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് ഇനി ഉയരമാണ്. നീളവും വീതി കഴിഞ്ഞ് ഉയരമാണ്. വീടിന്റെ ഉയരത്തിന് ചില നിയമങ്ങളൊക്കെ വാസ്തുശാസ്ത്രമുണ്ട്. പക്ഷെ അത് ശരിക്കും ഇപ്പൊ അത്ര, കാരണം ഈ നീളം ഈ ഉയരമൊക്കെ തന്നെ കാണുന്നതിന് പണ്ടത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കോൺക്രീറ്റും അതുപോലെ തന്നെ RCC റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റ് കമ്പി എല്ലാം വെച്ചിട്ടുള്ള പരിപാടിയൊന്നും പണ്ടില്ലായിരുന്നു. അപ്പൊ അന്നാണ് ഈ നിയമങ്ങൾ പലതുള്ള അന്നാണ്. അപ്പൊ ആ നിയമങ്ങൾ ഇപ്പൊ അതുപോലെ ഇപ്പം പാലിക്കപ്പെടേണ്ടതില്ല. ഇപ്പൊ ഇന്നിപ്പം വേറെ പിന്നെ തമ്പ് റൂൾസ് അവൈലബിൾ ആണ്. പൊക്കം കണ്ടുപിടിക്കാനൊക്കെ ചില നിയമങ്ങളുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ. വാസ്തുശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് പൊക്കം കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു വീടിന്റെ പൊക്കമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഈ ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത് പിന്നെ പറയുന്നുണ്ട്, ഇവിടെ തന്നെ പറയുന്നുണ്ട്. തമ്പ് റൂൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ഇപ്പം പൊക്കം കണ്ടുപിടിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട് അതുമെല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇപ്പം പൊക്കം കാണാം. ഈ കംപ്ലീറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡിൽ പൊക്കം ഇപ്പം കാണാറില്ല. കാരണം ഇപ്പൊ നീളവും വീതി അല്ലാതെ തന്നെ പണ്ടാണെങ്കിൽ വീടിന്റെ വീതിയുടെ എത്രയുണ്ടോ അതിനനുപാതികമായിട്ടേ പൊക്കമാകാവൂ. ഇപ്പൊ ഒരു പിന്നെ 25 അടി അളവുള്ള ഒരു വീതിയുള്ള ഒരു വീടാണെങ്കിൽ ആ വീട് ഇത്ര പൊക്കമേ മാക്സിമം ആകാവൂ. കാരണം അങ്ങനെ അന്ന് ഈ സിമെന്റും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുടുകാട്ട വെച്ച് ഇങ്ങനെ കെട്ടി പൊക്കിയ, അല്ലെങ്കിൽ ചുടുകാട്ടയും അന്ന് പ്രത്യേകിച്ച് സിമെന്റ് അല്ല, അന്ന് പിന്നെ കുമ്മായം ഒക്കെയാണ്. അപ്പൊ അങ്ങനെ കുമ്മായം ഒക്കെ വെച്ച് കെട്ടുമ്പോൾ അതിനൊരു പ്രത്യേക പൊക്കത്തിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റേബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത്ര വീതി ഉണ്ടെങ്കിൽ ഇത്ര, ഇന്നതല്ല, ചെറിയ വീതിയിൽ തന്നെ നമുക്കൊരു എത്രയോ പൊക്കത്തിലൊക്കെ കെട്ടാൻ പറ്റും. അപ്പൊ അതനുസരിച്ചുള്ള ഫൗണ്ടേഷനും അതനുസരിച്ചുള്ള പിന്നെ അളവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അതിനൊക്കെ ഇന്നത്തെ ടെക്നോളജി, ഇന്നത്തെ സാങ്കേതിക വിദ്യ അതിനൊക്കെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ മുമ്പ് അതില്ല. അപ്പൊ അന്നത്തെ കാലത്ത് അനുസരിച്ചുള്ളതാണ് ഇപ്പൊ ഇതിനകത്തുള്ളത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇപ്പം നമ്മൾ കാണേണ്ടതെന്നുള്ളതും അതും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ പറയും. ഉയരം കാണേണ്ടത്. അപ്പം ഇതിൽ പാദമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാദമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാദം മുതൽ മാനം വരെ എന്നുള്ള അർത്ഥം. പാദം നമ്മുടെ കാലിന്റെ പാദത്തായി താഴെയാണ്, മാനം എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലാണ്. അപ്പൊ ആ പാദമാനം എന്ന് പറയുന്നത്, പാദം മുതൽ മാനം വരെ എന്ന് പറയുന്നത് വീടിന്റെ മണ്ണിന്റെ ലെവലിൽ നിന്ന് മേളിലോട്ട്. അത് ഫൗണ്ടേഷൻ കൂട്ടില്ല. ഫൗണ്ടേഷന്റെ മുകളിൽ ബേസ്മെന്റിന്റെ പൊക്കം നോക്കും. കാരണം ബേസ്മെന്റ് മണ്ണിന്റെ മുകളിലാണ് വരുന്നത്. അപ്പം ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിപ്പൊക്കവും എടുക്കണം. ഒറ്റ നില വീടാണെങ്കിൽ ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിപ്പൊക്കവും എടുക്കും. അതായത് മുകളിലത്തെ കോൺക്രീറ്റ് റൂഫ് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് റൂഫൊക്കെ ആ റൂഫിന്റെ താഴത്തെ വരെയുള്ള പൊക്കമാണ്. റൂഫിന്റെ ഖനം എടുക്കില്ല. പാദമാനത്തിൽ റൂഫിന്റെ ഖനം എടുക്കില്ല. ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിപ്പൊക്കവും എടുക്കും ഒറ്റ നില വീടാണെങ്കിൽ. 2 നില വീടാണെങ്കിൽ ബേസ്മെന്റിന്റെ പൊക്കം, അത് കഴിഞ്ഞ് താഴത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം, അത് കഴിഞ്ഞ് താഴത്തെ നിലയുടെ മുകളിലത്തെ കോൺക്രീറ്റിന്റെ ആ പൊക്കം എടുക്കും. കാരണം അതും അതിന് ടോട്ടൽ പൊക്കത്തിൽ വരും. 2ാമത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം എടുക്കും. ഇപ്പൊ 2 നില വീടാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള കോൺക്രീറ്റിന്റെ ഖനം എടുക്കുക. ഇപ്പൊ 10 നില വീടാണെങ്കിലും 10ാമത്തെ നില ഏറ്റവും അവസാനത്തെ നിലയുടെ മുകളിലത്തെ കോൺക്രീറ്റിന്റെ താഴെ വരെയുള്ള പൊക്കം എടുക്കുന്നത്. അതായത് മണ്ണിന്റെ ലെവൽ മുതൽ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ബേസ്മെന്റിന്റെ ഹൈറ്റും ബാക്കിയുള്ള ഹൈറ്റുകളും ഇടയ്ക്കിടയ്ക്കുള്ള, ഇപ്പോൾ 10 നിലയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ നിലയുടെയും കോൺക്രീറ്റിന്റെ ഖനമൊക്കെ എടുത്തിട്ട്, പക്ഷെ ഏറ്റവും മുകളിലുള്ള കോൺക്രീറ്റിന്റെ ഖനം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് പാദമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, പാദമാനം ഭൂനിരപ്പ് അല്ലെങ്കിൽ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഭൂനിരപ്പാണ്, ഭൂമിയുടെ നിരപ്പ്. ആ ലെവലിന് ചെരുപ്പിന്റെ ലെവൽ എന്ന് പറയും. ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉള്ളൂ, കേരളത്തിൽ മാത്രമേ പറയാറുള്ളൂ, വെളിയിൽ അതിന് വേറെ പേരുകളൊക്കെയാണ്. അപ്പൊ അത് മുതൽ മേൽക്കൂരയുടെ താഴെ വരെയാണ് പാദം. മേൽക്കൂര എടുക്കില്ല.
ഏറ്റവും മുകളിലത്തെ മേൽക്കൂര എടുക്കും, ഇടക്കുള്ള മേൽക്കൂരയൊക്കെ എടുക്കും, ഏറ്റവും മുകളിലുള്ള മേൽക്കൂര എടുക്കില്ല. ആ മേൽക്കൂരയുടെ താഴെ വരെയാണ് പാദമാനം. ഇനി നമുക്ക് മുകളിലെ താഴോട്ട് തള്ളി നിൽക്കുന്ന ബീം ഉണ്ടെങ്കിൽ ആ ബീമിന്റെ താഴെ വരെ എടുത്താൽ മതി. അതാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ താഴേക്ക് തള്ളി നിൽക്കുന്ന ബീം ഉണ്ടെങ്കിൽ ആ ബീമിന്റെ താഴെ വരെ എടുത്താൽ മതി പാദമാനം. ഇതാണ് പാദമാനം എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്, ആ ഒരു ഐഡിയ കിട്ടിക്കണ്ടേ. ഇത് ബേസ്മെന്റ് പ്ലസ്, അതായത് ബേസ്മെന്റ് അധിഷ്ഠാനം എന്ന് പറയും, പിന്നെ ഫൗണ്ടേഷൻ അസ്ഥിവാരം എന്ന് പറയും. അസ്ഥിവാരം ഇവിടെ ഫൗണ്ടേഷൻ നോക്കേണ്ട ആവശ്യമില്ല. മണ്ണിന് മുകളിലുള്ളത് ബേസ്മെന്റ് മണ്ണിന് മുകളിൽ വരും, പിന്നെ ഭിത്തിയും മണ്ണിന് മുകളിൽ വരും. അപ്പൊ അതിന്റെ രണ്ടിയുടെ ഹൈറ്റ്. തള്ളി നിൽക്കുന്ന ബീം ഇല്ലെങ്കിൽ ഭിത്തിയുടെ മുകൾ ഭാഗം വരെ പാദമാനമാണ്. അപ്പൊ അധിഷ്ഠാന ഉയരം, അധിഷ്ഠാന ബേസ്മെന്റ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, എഴുതേണ്ട ആവശ്യമില്ല. അധിഷ്ഠാന ഉയരവും ഭിത്തിപ്പൊക്കവും ചേരുന്നതാണ് പാദമാനം. ബേസ്മെന്റ് പൊക്കവും ഭിത്തിയുടെ പൊക്കവും ചേരുന്നതാണ് പാദമാനം. അത് എങ്ങനെയൊക്കെ എടുക്കാമെന്നുള്ളത് ഇത് ഇപ്പൊ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ നിയമം ഇതാണ്. പാദമാനം കാണുന്നത് ഒന്നുകിൽ ഗ്രഹത്തിന്റെ വീതിക്ക് സമമായിട്ട് പാദമാനം എടുക്കാം, ഗ്രഹവിസ്താരത്തിന് സമമായിട്ട് പാദമാനം എടുക്കാം. അപ്പൊ ഗ്രഹത്തിന്റെ വീതി ഇപ്പം 25 അടി ഉണ്ടെങ്കിൽ പിന്നെ പാദമാനം 25, ബേസ്മെന്റ് പ്ലസ് ഭിത്തിപ്പൊക്കം 25 അടി ആകാം. അതിൽ കൂടുതൽ പൊക്കം പാടില്ല. എത്ര നിലയായാലും ആ ഏറ്റവും മുകളിലത്തെ കോൺക്രീറ്റിന് താഴെ വരെയുള്ള പൊക്കം പാദമാനം വീതിയുടെ സമമായിട്ട് എടുക്കാം. അതാണ് ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ഗ്രഹവിസ്താരത്തിന്റെ 1.5 ഇരട്ടിയാകാം. ഗ്രഹവിസ്താരത്തിന് സമമായിട്ട് വേണേൽ എടുക്കാം, അതല്ലെങ്കിൽ ഗ്രഹവിസ്താരത്തിൽ ഏത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഗ്രഹവിസ്താരത്തിന്റെ 1.5 ഇരട്ടി എടുക്കാം. ഗ്രഹവിസ്താരം ഇപ്പൊ 20 അടി ആണെങ്കിൽ 20ന്റെ 1.5 ഇരട്ടി 30 അടി, 30 അടി വരെ പൊക്കം എടുക്കാം. ഏറ്റവും മുകളിലത്തെ നിലയിലെ റൂഫിന് താഴെ വരെ ഈ പിന്നെ ബേസ്മെന്റ് ഉൾപ്പെടെ ഉള്ള ഹൈറ്റ് അത് 1.5 ഇരട്ടിയാകാം. അപ്പോൾ ആദ്യം സമമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ 1.5 ഇരട്ടി എടുക്കാം. അത് കൂടാതെ ഇത് രണ്ടും അല്ലാതെ അത് കൂടാതെ പിന്നെ ഗ്രഹവിസ്താരത്തിന് കുറച്ച് നമ്പറുകൾ തരും. 4, 6, 7, 8, 9, 10 ഈ നമ്പറുകൾ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിക്കാം. എന്നീ സംഖ്യകളിൽ ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് ഒരംശം ഗ്രഹവിസ്താരത്തോട് കൂട്ടിയോ കുറച്ചോ പാദമാനം കൽപ്പിക്കാം. അതായത് 4, 6, 7, 8, 9, 10 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗ്രഹത്തിന്റെ വിസ്താരം ഇപ്പം 25 അടിയാണെങ്കിൽ 25നെ 4 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പൊ ഈ ഗ്രഹവിസ്താരത്തെ ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് അതിലെ ഒരംശം 25/4 ഒരംശം കിട്ടും. അത് ഗ്രഹവിസ്താരത്തിൻ്റെ കൂടെ കൂട്ടി പാദമാനം എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4, 5, 6, 6, 12. ആദ്യം 2 പറഞ്ഞു, 12ഉം 2ഉം 14 വിധത്തിൽ നമുക്ക് പാദമാനം കണ്ടുപിടിക്കാം. ബേസ്മെന്റ് പൊക്കത്തിൽ നിന്നാണ് പാദമാനം കണ്ടുപിടിക്കുന്നത്. അപ്പൊ 14 വിധത്തിൽ കണ്ടുപിടിക്കാം. ഇങ്ങനെ 14 വിധത്തിൽ പാദമാനം കാണാം. ഇങ്ങനെയാണ് പാദമാനം കാണേണ്ട വാസ്തുശാസ്ത്രി പറയുന്ന നിയമം ഇതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇത് ഈ ഒരു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ അതിൽ കൂടുതൽ പൊക്കം വയ്ക്കാം. ഇത് മറ്റേ പണ്ടത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്രയും പൊക്കെ ആകാവും. ഇന്നത്തെ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ആ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ നമുക്ക് ഇതിൽ കൂടുതൽ പൊക്കം വയ്ക്കാം. അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ അതൊക്കെ ഇപ്പോഴത്തെ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് അവർ പഠിക്കുന്നുണ്ട്. അവര് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് മണ്ണിന്റെ ഒരു സ്ഥലത്തിന്റെ മണ്ണിന്റെ ഇതൊക്കെ സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ ആ മണ്ണിന്റെ പല ആഴത്തിലുള്ള മണ്ണെടുത്തിട്ട് അത് അവർ തന്നെ സോയിൽ ടെസ്റ്റിംഗ് ലാബുകാരിനെ ഒന്ന് ചിലപ്പോൾ സാമ്പിൾ എടുത്ത് സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആ മണ്ണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കാണിച്ചാൽ അങ്ങനെ അത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ട് അവര് ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ വേണം, പൈൽ ഫൗണ്ടേഷൻ വേണോ, വെൽ ഫൗണ്ടേഷൻ വേണോ, സാധാരണ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ മതിയോ, ഫൗണ്ടേഷൻ എത്ര ആഴം വേണം, ഈ കാര്യങ്ങളൊക്കെ അവർ ഡിസൈഡ് ചെയ്ത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഏറ്റവും ഇപ്പോഴും നമുക്ക് കാരണം ഇന്നത്തെ ടെക്നോളജിയിലുള്ള കോൺക്രീറ്റും പിന്നെ RCC റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റും അന്നത്തെ കാലത്തിൽ അതനുസരിച്ചുള്ള ഇതാണ് ഇത് കാണുന്നത്. ഇതിപ്പം നമുക്ക് ആവശ്യമില്ല. ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതങ്ങനെ ചെയ്യാവും. പ്രായോഗികമായി അതൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പാദമാനം കാണേണ്ട വിധം പിന്നീട് പറയുന്നതാണ്. അപ്പം ഈ നിയമങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് വാസ്തുശാസ്ത്രമുള്ള നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത നോക്കാം. ഇനി അധിഷ്ഠാനം, അത് ബേസ്മെന്റ് പൊക്കം കാണുന്നത്. ബേസ്മെന്റ് പൊക്കം വീടിന്റെ വീതിയിൽ നിന്നാണ് പാദമാനം കാണുന്നത്. പാദമാനം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് അധിഷ്ഠാനത്തിന്റെ അതായത് ബേസ്മെന്റ് പൊക്കം കാണുന്നത്. അപ്പൊ ആ ബേസ്മെന്റ് ഇത് നമുക്ക് ശരിക്കും 54 വിധത്തിൽ കാണാവുന്നതാണ്. 84
അധിഷ്ഠാന ഉയരം 84 യുവത്തി കാണാം. അപ്പം ബേസ്മെന്റിന്റെ പൊക്കത്തിൽ നിന്നും, അതായത് ബേസ്മെന്റ് അല്ല, സോറി, പിന്നെ പാദമാനം കണ്ടുപിടിച്ചിട്ട് പാദമാനത്തിൽ നിന്നും വേണം അധിഷ്ഠാന ഉയരം കാണാൻ. അത് ബേസ്മെന്റ് പൊക്കം കാണാൻ. അത് 84 യുവത്തി കാണുന്നുണ്ട്. 87, അതായത് പാദമാനത്തിന്റെ ഉയരം നമ്മൾ കണ്ടുപിടിച്ചു. പാദമാന ഉയരം കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞു. പാദമാന ഉയരത്തെ ഈ 3, 4, 5, 6, 7, 8, 9, 10 ഈ നമ്പറുകളിൽ എന്നീ നമ്പറുകളിൽ ഒന്നുകൊണ്ട് ഭാഗിക്കുക. അതിൽ ഒരംശം അധിഷ്ഠാന ഉയരമായിട്ട് എടുക്കാം. അപ്പം നമുക്ക് പാദമാനത്തിന്റെ ഉയരം ഇപ്പൊ 10 അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 10നെ 3 കൊണ്ട് ഭാഗിക്കുന്നു. ഇതിലേതെങ്കിലും 3, 4, 5, 6 ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിക്കാം. അതിന്റെ ഒരു ഭാഗം അതിലേതാ നമുക്ക് ഏറ്റവും സൗകര്യം, ഏറ്റവും കൺവീനിയന്റ്, അവിടുത്തെ പിന്നെ ഇതിന് ഏറ്റവും യോജിച്ച് ഏതാന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. ആണ് പാദമാന ഉയരത്തെ ഇതിൽ ഏതെങ്കിലും സംഖ്യയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം ബേസ്മെന്റിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാം, അധിഷ്ഠാന ഉയരമായിട്ട് എടുക്കാം. അപ്പൊ എത്ര വിധത്തിലെടുക്കാം? 1, 2, 3, 4, 5, 6, 7, 8 വിധത്തിൽ ഇപ്പൊ എടുക്കാം. പാദമാന ഉയരത്തെ ഇതിൽ ഏതുകൊണ്ട് ഭാഗിക്കാം. അപ്പൊ 8 വിധത്തിൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതിനകത്ത് 8 വിധത്തിൽ കാണാം. കൂടാതെ പാദമാനത്തെ 7ആയി ഭാഗിച്ച് 2 ഭാഗം, പാദമാനത്തിന് 7ആയിട്ട് ഭാഗിച്ച് അതിന് 2. അപ്പൊ 8 നേരത്തെ 8 ആയിരുന്നു, ഇപ്പൊ 8, 1, 9 ആയി. 84 വിധത്തിൽ കാണാം. 14ഉം 15ഉമായി ഭാഗിച്ച് 6 ഭാഗം, 14 6 അല്ലെങ്കിൽ 15ആയിട്ട് ഭാഗിച്ചില്ല 6, അപ്പൊ 2 ആയി. അപ്പൊ 8, 1, 9, 2, 11 മെത്തേഡായി. ഇപ്പൊ 11 വിധത്തിൽ കാണാം ആയി. പിന്നെ 24ആയി ഭാഗിച്ചാൽ 7 ഭാഗം. അപ്പൊ ആദ്യം 8, പിന്നെ 9, 7ആയി ഭാഗിച്ച് 2 ഭാഗം 9, 14ഉം 15ഉം 9, 11, ഇപ്പൊ 12 ഭാഗമായി. 24ആയി ഭാഗിച്ച് 7 ഭാഗം. ഇപ്പൊ 12 വിധത്തിൽ ഇപ്പൊ കാണാൻ ആയിട്ടുണ്ട്. അധിഷ്ഠാന ഉയരമായി സ്വീകരിക്കാം. ഇപ്പൊ 12 വിധത്തിലായി. ഇനി ഈ കണ്ടുപിടിച്ചതിൽ ഏതിനെയും ഈ 12 വിധത്തിൽ മേൽ വിവരിച്ച 12 വിധത്തിൽ കാണുന്ന അധിഷ്ഠാന ഉയരങ്ങളെ വീണ്ടും ഒരു 6 നമ്പർ തന്നിട്ടുണ്ട്. 6, 7, 8, 9, 10, 11 ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് ഭാഗിച്ച ഒരു ഭാഗം കുറയ്ക്കാം. അത് കൂട്ടാക്കൂല, നേരത്തെ കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യും. ഇവിടെ ഒരു ഭാഗം കുറയ്ക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം 12 വിധത്തിൽ കണ്ടു. ഇപ്പൊ ഇത് 1, 2, 3, 4, 5, 6 വിധത്തിലാണ്. അപ്പൊ ആ 6 വിധത്തില് ഈ 12നെ 6 വിധത്തിൽ കാണാം. അപ്പൊ 12, 6, 72 വിധം ഓരോന്നിനെ. അപ്പൊ 12, 6, 72 ഇവിടെ കാണാം. ആദ്യം ഒരു 12 കിടപ്പുണ്ട്. അപ്പൊ 72, 12, 84, അങ്ങനെയാണ് 84 വിധം. അപ്പൊ മനസ്സിലാക്കി നോക്കി അറിയാം. അപ്പൊ അങ്ങനെ ആകെ 84 വിധത്തിൽ പാദമാനത്തിൽ നിന്നും അധിഷ്ഠാന ഉയരം കാണാം. ഇതാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ മെത്തേഡാണ്. പക്ഷെ ഇപ്പൊ ഈ മെത്തേഡ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ കാലുയരം എന്ന് പറഞ്ഞാൽ ഭിത്തിപ്പൊക്കമാണ്. അതായത് അധിഷ്ഠാനത്തിന്റെ മുകളിൽ, ബേസ്മെന്റിന്റെ മുകളിൽ റൂഫിന്റെ താഴെ വരെയുള്ള ആ ഹൈറ്റ് കാലുയരം. അധിഷ്ഠാനത്തിന്റെ മുകൾ ഭാഗം മുതൽ, അധിഷ്ഠാന ബേസ്മെന്റിന്റെ മുകൾ ഭാഗം മുതൽ ബേസ്മെന്റിന്റെ മുകൾ ഭാഗം മുതൽ ഉത്തരത്തിന്റെ താഴെ ബീമുണ്ടെങ്കിൽ ബീമിന്റെ താഴെ അല്ലെങ്കിൽ റൂഫിന്റെ താഴെ, ഉത്തരത്തിന്റെ അല്ലെങ്കിൽ മേൽക്കൂരയുടെ താഴെ വരെയാണ് കാലുയരം. ആണ് ഭിത്തിയുടെ പൊക്കം, ഭിത്തിപ്പൊക്കം. ഈ കാലുയരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പാദമാനം കണ്ടു, പിന്നെ ബേസ്മെന്റ് കണ്ടു. പാദമാനത്തിൽ നിന്ന് ബേസ്മെന്റ് കുറച്ചാൽ നമുക്ക് ഭിത്തിപ്പൊക്കം കിട്ടും. പാദമാനം മൈനസ് അധിഷ്ഠാനം. അപ്പോൾ അധിഷ്ഠാനത്തിന്റെ പൊക്കം കാണുന്ന മെത്തേഡ് പറഞ്ഞു. 84 വിധത്തിൽ കാണാം. അത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാം, നമുക്ക് സൗകര്യമായിട്ടുള്ള സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്ത പാദമാനത്തിൽ നിന്നും അധിഷ്ഠാനത്തിന്റെ സെലക്ട് ചെയ്ത അധിഷ്ഠാനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭിത്തിപ്പൊക്കം കിട്ടും. അതിന് കാലുയരം എന്ന് പറയും. കാലുയരത്തിൽ നിന്നാണ് പിന്നെ ഉത്തരത്തിന്റെ വിസ്താരം. ഇപ്പൊ ഉത്തരവും ഒന്നും ഇല്ലാണ്ട് ആ ഡീറ്റെയിൽ നമ്മൾ പോകുന്നില്ല. ഉത്തരത്തിന്റെ വിസ്താരം കാണുന്നതിന് കാലുയരത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ട മെത്തേഡുകളുണ്ട്. ഇനി അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ വാസ്യാസ്യം പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. കാരണം അന്ന് ഫൗണ്ടേഷൻ ഞാൻ ഇപ്പൊ ഇവിടെ നോക്കുക, കല്ല് കാണുന്നത് വരെയുള്ള താഴ്ചയാണ് ഉത്തമം. എവിടെ നമ്മൾ ശരിക്കും നല്ല ഉറപ്പുള്ള കല്ല് വരുന്നു അതുവരെ കുഴിച്ചിട്ട് അതുവരെ കുഴിക്കണം എന്നാണ്. അത് അവിടുന്ന് കുഴിച്ച് അവിടുന്ന് അസ്ഥിവാരം കെട്ടി വരണം എന്നാണ്. അത് ഏറ്റവും ഉത്തമം. വെള്ളം കാണുന്നത് വരെ താഴ്ച മധ്യമമാണ്. എവിടെ വെള്ളം വരുന്നു അവിടെ വരെ കുഴിച്ചിട്ട് അവിടുന്ന് ഉറച്ച കെട്ടി വെക്കുന്നത്, ശരിയായുള്ള ഫൗണ്ടേഷൻ കെട്ടി വെക്കുന്നതാണ് മധ്യമം. ഒരാൾ പൊക്കത്തിൽ ഉദ്ദേശം ഒരു 5-5.5 അടി താഴ്ചയൊക്കെ കുഴിയെടുത്തിട്ട് അവിടുന്ന് കെട്ടുന്നത് അത് അധമമാണ്. നമ്മളിപ്പോ സാധാരണ നമുക്കറിയാം, ഒരുമാതിരി കുറച്ച് ഉറപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 3 അടി 2.5 അടി 3 അടിയൊക്കെ ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ താഴ്ചയിടാറുള്ളൂ. ഫൗണ്ടേഷൻ താഴ്ചയിട്ടിട്ട് അതിൽ ബെൽറ്റൊക്കെ ചെയ്തൊക്കെ ഒരു കരിങ്കല്ലിലോ അല്ലെങ്കിൽ പിന്നെ കോൺക്രീറ്റിലോ ഒക്കെ ഫൗണ്ടേഷൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ബെൽറ്റ് കോൺക്രീറ്റ് ഒക്കെ ബേസ്മെന്റ് പരം ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യും.
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരാൾ പൊക്കത്തില് കുഴിയെടുത്ത് ഫൗണ്ടേഷൻ ചെയ്താൽ അതും അധമമാണ്, അത് ഏറ്റവും അതും ഉത്തമമല്ല എന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ 2.5 അടിയാണ്, ഒരാൾ പൊക്കത്തിന്റെ പകുതി പോലും ഇല്ല. 2.5 അടി പൊക്കം എന്ന് പറയുമ്പോൾ ഒരാൾ പൊക്കത്തിൽ 2.5 അടിയൊക്കെ ഇപ്പൊ സാധാരണ കൊടുക്കാറുള്ളൂ. നല്ല ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ 1.5 അടി ആയാലും നല്ല ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ 1.5 അടി മതി എന്നൊക്കെ ചില അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറയും. അവിടുത്തെ സ്ഥലം അറിയാവുന്നവർ മിക്കവാറും വീടുകളൊക്കെ അവിടെ 1.5 അടിയെ കൊടുക്കാറുള്ളൂ. കാരണം നല്ല ഉറപ്പുള്ള മണ്ണാണ്. ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കും. അപ്പൊ അത് തീരെ ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ അതനുസരിച്ച് ഫൗണ്ടേഷൻ മാറേണ്ടി വരും. വെൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ ഒക്കെ മാറ്റേണ്ടി വരും. അതൊക്കെ ഇപ്പം ഏറ്റവും നല്ലത് സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ നിന്ന് സോയിൽ ടെസ്റ്റിംഗ് അവർ പല ഹൈറ്റുള്ള സോയിൽ എടുത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണം, അത് വെൽ ഫൗണ്ടേഷൻ വേണോ പൈൽ ഫൗണ്ടേഷൻ വേണോ, പൈൽ ഫൗണ്ടേഷൻ ആണെങ്കിൽ പൈലിന്റെ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ കമ്പി എത്ര വേണം, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ചെയ്യേണ്ടത്. ശരിക്കുള്ള അത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഉണ്ട്, എനിക്ക് തന്നെ അറിയാം, ചിലയിടത്തൊക്കെ 3-4 വർഷമെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചില വീട് കൊണ്ടങ്ങ് ഇരിക്കുന്ന ആളുണ്ട്. അപ്പൊ വലിയ പിന്നെ ഇതാണ് ഭിത്തിയൊക്കെ ക്രാക്ക് ആവുകയും ഒക്കെ വലിയ പിന്നെ ശരിയാക്കി എടുക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ആദ്യമേ അത് കംപ്ലീറ്റ് കുറച്ച് എക്സ്പെൻസ് കൂടിയാലും ശരി സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ സോയിൽ ടെസ്റ്റിങ്ങിന്റെ റിസൾട്ട് ശരിക്കും അറിയാവുന്ന നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അല്ലാത്തവരൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊക്കെ വരുന്നെന്ന് വരും. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ അന്വേഷിച്ച് ചോദിച്ച് നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയറെ കാണിച്ച് അവരുടെ ഡിസൈൻ അനുസരിച്ച് ഫൗണ്ടേഷൻ അല്പം കോസ്റ്റ് കൂടിയാലും ഏറ്റവും നല്ല അതാണ്, നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അപ്പൊ അപ്പൊ ഇത് പിന്നെ അസ്ഥിവാരത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് കല്ല് കാണുന്നവരെ താഴ്ച ഉത്തമം, വെള്ളം കാണുന്നവരെ താഴ്ച മധ്യമം, ഒരാൾ പൊക്കത്തിൽ താഴ്ച അധമെന്ന് പറഞ്ഞിരിക്കുന്നത് ശില്പരത്നം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാസ്തുശാസ്ത്ര ഗ്രന്ഥമാണ്, ഒരു പൗരാണിക വാസ്തുശാസ്ത്ര ഗ്രന്ഥമാണ്. അതിനകത്ത് ശില്പരത്നം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ കാര്യം. മണ്ണിന്റെ ഘടന, മണ്ണിന്റെ ഉറപ്പ്, ഗ്രഹത്തിന്റെ ഭാരം. ഗ്രഹം ഇപ്പം 10 നിലയാണെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പം എത്ര നിലയാണോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഗ്രഹത്തിന്റെ ഭാരം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അസ്ഥിവാരം നിശ്ചയിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു അർത്ഥ എഴുതിയിട്ടുണ്ട്. ആധുനിക ഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ സോയിൽ ടെസ്റ്റിംഗ് നടത്തി ഭൂമിയുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ആവശ്യമെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി അസ്ഥിവാരം നിശ്ചയിക്കേണ്ടതാണ്. അപ്പോൾ ഫൗണ്ടേഷന്റെ ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ നിശ്ചയിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി അപ്പൊ ഇതിന്റെ ഹൈറ്റ്, ഈ പഞ്ചഭൂതാത്മകമായ പൊക്കം എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് പഞ്ചഭൂതങ്ങളിൽ നമുക്കറിയാം പിന്നെ ജലം, അഗ്നി, ഭൂമി, വായു, ആകാശം, ഇത് 5 പഞ്ചഭൂതങ്ങൾ. ഇതിന് ഓരോ പൊക്കം പറഞ്ഞിട്ടുണ്ട്. അതിൽ അഗ്നിഭൂതത്തിന്റെ പൊക്കത്തിൽ വരുന്ന ഹൈറ്റ് പാടില്ല എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ പൊക്കം നിശ്ചയിക്കുക. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് പൊക്കത്തിന്റെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇതനുസരിച്ച് പൊക്കം കണ്ടുപിടിക്കുന്നതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പഞ്ചഭൂതാത്മകമായ പൊക്കം കൂടി മനസ്സിലാക്കണം. അത് ജസ്റ്റ് ഒന്ന് സിമ്പിളാണത്. ഓരോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും ഒരു ഹൈറ്റ് ഉണ്ട്. അത് നോക്കുക, പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിന്റെയും പൊക്കം താഴെ കൊടുത്തിരിക്കുന്നു. അത് നോട്ട് ചെയ്യാം, പുസ്തകത്തിലുണ്ടത്. ഭൂമിക്ക് 1 കോൽ 6 അങ്കുലമാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ടോപ്പിൽ ആദ്യം ഭൂമിയാണ്. മണ്ണിന്റെ ലെവലിന്റെ മുകളിൽ നിന്ന് ആദ്യത്തെ 1 കോൽ 6 അങ്കുലം ഭൂമിയുടെ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ സ്വാധീനത്തിലാണ്. ആ 1 കോൽ 6 അങ്കുലം കഴിഞ്ഞാൽ പിന്നെ 1 കോൽ, അതായത് 6 അങ്കുലം വീതം കുറഞ്ഞു വരും. അടുത്ത 1 കോൽ, അതായത് ഭൂമി ജലമാണ്. ആ ജലത്തിന്റെ ഹൈറ്റ് 1 കോലാണ്, 6 അങ്കുലം കുറയും. ഭൂമിയും ജലവും കഴിഞ്ഞ അടുത്ത അഗ്നിയാണ്. അഗ്നിക്ക് 1 കോൽ നമുക്കറിയാം 24 അങ്കുലമാണ്. അപ്പൊ 6 അങ്കുലം കുറയുമ്പോൾ 18 അങ്കുലം വരും. 24 6 കുറയുമ്പോൾ 18 അങ്കുലം. അപ്പൊ അഗ്നിക്ക് 18 അങ്കുലമാണ് അഗ്നിയുടെ ഹൈറ്റ്. ഭൂമി, ജലം, അഗ്നി, അടുത്ത വായു. അപ്പൊ 18 6 കുറയുമ്പോൾ 12 അങ്കുലമാണ്. വായുഭൂതത്തിന്റെ ആ ഹൈറ്റ് 12 അങ്കുലം. അത് ഏറ്റവും താഴെ ഭൂമി, അതിന്റെ മുകളിൽ ജലം, അതിന്റെ മുകളിൽ അഗ്നി, അതിന്റെ മുകളിൽ വായു, ഓരോന്നിന്റെ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. വായുവിന്റെ മുകളിലാണ് ആകാശം. വീണ്ടും 6 അങ്കുലം കുറയുമ്പോൾ അത് 6 അങ്കുലമാണ്. ആകാശത്തിന് 6 അങ്കുലമാണ്. അപ്പൊ ഇങ്ങനെ ഏറ്റവും താഴെ ഭൂമി, അതിന്റെ മുകളിൽ ജലം, അഗ്നി, വായു, ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശം വരുന്നത്. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ പോകും. അപ്പോൾ ആകാശം കഴിഞ്ഞാൽ വീണ്ടും 6 അങ്കുലം ആകാശം, പിന്നെ 12 അങ്കുലം വായു, പിന്നെ 18 അങ്കുലം അഗ്നി, പിന്നെ 1 കോൽ ജലം, പിന്നെ 1 കോൽ 6 അങ്കുലം ഭൂമി വരും. ഭൂമി കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയാണ് എടുക്കേണ്ടത്.
1 കോൽ 6 അങ്കുലം ഭൂമി കഴിഞ്ഞാൽ അടുത്ത വീണ്ടും ഭൂമി ഒരു 1 കോൽ 6 അങ്കുലം. അപ്പൊ 2 കോൽ 12 അങ്കുലം വരെ തുടർച്ചയായിട്ട് ഭൂമി വരും. ഏറ്റവും താഴത്തെ ഭൂമി ഒഴിച്ച് ബാക്കി മേളിലോട്ട് വരുന്ന ഭൂമിയുടെ എല്ലാം ഒരു ലെവലിന്റെ 1 കോൽ 6 അങ്കുലവും ഭൂമി വന്നാൽ അടുത്ത ഭൂമിയാണ്. അപ്പൊ 1 6 കൂടെ 2 കോൽ 12 അങ്കുലം, അത് 2.5 കോല് ഭൂമിക്ക് വരും. അപ്പൊ അങ്ങനെ മേപ്പോട്ട് എത്ര വേണമെങ്കിലും പോവാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, വീണ്ടും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, വീണ്ടും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ പോയി എത്ര പൊക്കം വേണമെങ്കിലും നമുക്ക് ഏത് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനൊരു എസ്പെഷ്യലി നമുക്കൊരു സോഫ്റ്റ്വെയർ ഒക്കെ അതിനെ പറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ആ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് ഏത് ഭൂതത്തിലാണെന്ന് ഉടനെ സോഫ്റ്റ്വെയർ കാണിച്ചു എത്ര പൊക്കത്തിലായാലും. 100 നിലയുള്ള വീടായാലും ശരി, ഒരു കെട്ടിടമായാലും ശരി, അതിൻ്റെ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഭൂതത്തിലാണെന്നുള്ള കിട്ടാനുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് കണക്കൂട്ടി കണ്ടുപിടിക്കാം. ഇതുപോലെ കുറെ നോക്കണം വിളിച്ച് ഇപ്പൊ 2 3 4 5 നിലയൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വളരെ പൊക്കമൊക്കെ ഉള്ള 10 15 നിലയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട്, എന്നാലും അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ ഭൂമി മുതൽ മുകളിലേക്ക് ക്രമമായി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശമാണ്. ആകാശം, വീണ്ടും ആകാശം കഴിഞ്ഞ വായു, വായു കഴിഞ്ഞ അഗ്നി, അഗ്നി കഴിഞ്ഞ ജലം, ജലം കഴിഞ്ഞ ഭൂമി, ഭൂമി കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, വീണ്ടും ആകാശം, ഇങ്ങനെ മുമ്പോട്ടിങ്ങനെ പോകും. എന്നിങ്ങനെ ഉയരം കൽപ്പിക്കണം. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആരും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എങ്ങനെയാണ് ഈ പൊക്കം എടുക്കേണ്ടത്. ഇങ്ങനെ വരുമ്പം അഗ്നിയിലുള്ള പൊക്കം പാടില്ല. വീടിന്റെ ഉയരം എന്ന് പറയുന്നത് പാദമാനം, മറ്റൊന്നും നോക്കില്ല, ഓരോ നിലയുടെ നോക്കേണ്ട ആവശ്യമില്ല. പാദമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ്മെന്റ് മുതൽ, അത് മണ്ണിന്റെ മുകളിലുള്ള ബേസ്മെന്റ് മുതൽ ഏറ്റവും മുകളിലത്തെ നിലയുടെ കോൺക്രീറ്റ് താഴെ വരെയുള്ള ഹൈറ്റാണ് പാദമാനം. ആ പാദമാനം അഗ്നിഭൂതത്തിൽ വരാൻ പാടില്ല. അഗ്നിഭൂതത്തിൽ വന്നാൽ വാസ്തുശാസ്ത്രി പറയുന്നത് ഒന്നുകിൽ അഗ്നിയാൽ നശിക്കുകയോ അല്ലെങ്കിൽ അവിടെ അഗ്നി സാധനം ചെയ്യുന്നത് എന്താണ്, ഏത് സാധനം കിട്ടിയാലും അതിനെ ഉരുക്കും. അപ്പൊ ഉരുകുന്ന പോലെ അവിടെ താമസിക്കുന്ന അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ, അഗ്നിഭൂതത്തിൽ വരുന്ന കെട്ടിടങ്ങളിൽ ഉള്ളവരുടെ മനസ്സ് എപ്പോഴും ഉരുകിക്കൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും അവർക്ക് മനസ്സമാധാനം ഉണ്ടാകില്ലെന്നാണ്. അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. എപ്പോഴും ഏതെങ്കിലുമൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് മനസ്സമാധാനം ഉണ്ടാകില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ അതുപോലെയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ അതിന്റെ കൂടെ കാണിച്ചിരുന്ന സമയം ഇന്ന് കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണിക്കും. അതായത് നമ്മൾ വാസ്തു നോക്കാതെ ചെയ്യുന്ന വീടുകൾ, ഈ ഹൈറ്റ് ഒക്കെ തീരുമാനിക്കുന്ന ഇത് നമ്മൾ ചെയ്യുന്നതൊക്കെ നോക്കി അഗ്നിഭൂതത്തിൽ വരാത്തൊക്കെ വിധത്തിലാണ് തമ്പുരുകൾ വരുന്നത്. പക്ഷെ അങ്ങനെ നോക്കാതെ ചെയ്യുന്ന വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകളും അഗ്നിഭൂതത്തിലാണ് നമുക്ക് തെളിയിക്കാൻ പറ്റും. അത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ തെളിയിക്കാന്നുള്ളത്. അതിപ്പോ നമ്മൾ അതായത് വാസ്തു നോക്കാതെ പലരും ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും വാസ്തു നോക്കി ചെയ്യുന്നവരല്ലാതെ വാസ്തു നോക്കാതെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഈ പാദമാനം എന്ന് പറയുന്നത് അഗ്നിഭൂതത്തിൽ വരുന്ന, മിക്കവാറും എല്ലാം അഗ്നിഭൂതത്തിലാണ് വരുന്നത്. അത് നമുക്കിപ്പോ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന്. ഇതിൽ അഗ്നിഭൂതത്തിൽ വരുന്ന ഉയരങ്ങൾ അശുഭമാണ്. അഗ്നിഭൂതത്തിൽ വരുന്ന ഉയരം വരാൻ പാടില്ല. അത് വാസ്തുശാസ്ത്രി വളരെ ഇതായിട്ട് പറയുന്നുണ്ട്, അഗ്നിഭൂതം പാടില്ല. ഇപ്പൊ ഭൂമി നമുക്കറിയാം 1 കോൽ 6 അങ്കുലം. 1 കോൽ 6 അങ്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോൽ 72 ആണ്. 6 അങ്കുലം 18, 72 90 സെന്റിമീറ്റർ ആണ്. അപ്പം മണ്ണിന്റെ ലെവലിൽ നിന്ന് ആദ്യത്തെ 90 സെന്റിമീറ്റർ ഭൂമിയാണ്. അപ്പൊ നമ്മള് കോലങ്കുലത്തെ സെന്റിമീറ്റർ ആക്കുക പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അടുത്ത ജലമാണ്. ജലം എന്ന് പറഞ്ഞാൽ 1 കോലാണ്. 1 കോൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 അങ്കുലമാണ്, അല്ലെങ്കിൽ 72 സെന്റിമീറ്റർ. 24 അങ്കുലം 24 3 കൊണ്ട് തുടങ്ങിയപ്പോൾ 72 സെന്റിമീറ്റർ. അപ്പൊ ഭൂമിയും ജലവും കൂടെ ചേരുമ്പോൾ എത്രയാവും? 90 72 ആകെ 162 സെന്റിമീറ്റർ ആവും. അപ്പോൾ ഭൂമിയും ജലവും കൂടെ ഉള്ള ടോട്ടൽ ഹൈറ്റ് 162. അത് കഴിഞ്ഞിട്ടാണ് അഗ്നി വരുന്നത്. അഗ്നിക്ക് 18 അങ്കുലമാണ്. 6 അങ്കുലം കുറയ്ക്കും. 24 അങ്കുലത്ത് 6 കുറയ്ക്കുമ്പോൾ 18 അങ്കുലം. അപ്പൊ 18 അങ്കുലം ഞാൻ 54 സെന്റിമീറ്റർ. 162 54 ടോട്ടൽ ഹൈറ്റ് 216. 162 54 216 സെന്റിമീറ്റർ ആവും ഭൂമിയും ജലവും അഗ്നിയും കൂടെ. അടുത്തത് അഗ്നി കഴിഞ്ഞ് വായു. ഇത് പുസ്തകത്തിൽ ഇതില്ല, ഇവിടെ നമുക്ക് എഴുതിയെടുക്കാം. പുസ്തകത്തിൽ ഈ ഒരു പുസ്തകത്തിൽ കാണിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് നമ്മൾ മിക്കവാറും വാസ്തു നോക്കാതെ ചെയ്യുന്ന വീടുകളൊക്കെ അഗ്നിഭൂതത്തിലായിട്ട് തന്നെ വരുന്നു. അഗ്നിഭൂതത്തിൽ തന്നെ വരുന്നു. അത് പല വീടുകളിലും ഉള്ള മാനസിക മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കും
അല്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലായ്മയ്ക്കോ അല്ലെങ്കിൽ മനോവിഷമങ്ങൾക്കോ എല്ലാം ഒരു പ്രധാന കാരണം, അത് മാത്രം പറയാൻ ഒക്കില്ല, ഒരു പ്രധാന കാരണം അതിന്റെ ഹൈറ്റ് മിക്കവാറെല്ലാം വാസ്തു അഗ്നിഭൂതത്തിലായിരിക്കും. അത് എന്തുകൊണ്ടാണ് ഈ അഗ്നിഭൂതത്തിൽ വരുന്നത് നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാം. അത് ഭൂമി, ജലം, അഗ്നി, വായു. വായു 12, 18 6 വർഗ്ഗം 12 അംഗുലമാണ്. 12 അംഗുലം 12 3 36 സെന്റിമീറ്റർ ആണ്. അപ്പൊ 216 36 കൂട്ടുമ്പോൾ ആകെ ടോട്ടൽ വരുന്നത് 252 സെന്റിമീറ്റർ. ഭൂമി, ജലം, അഗ്നി, വായു 4 കൂടെ വരുന്ന ഹൈറ്റ് ആണ് 252 ടോട്ടൽ. അടുത്ത ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശത്തിന് 6 അംഗുലം, 63 18 സെന്റിമീറ്റർ. 252 18 270 സെന്റിമീറ്റർ. അപ്പോൾ ഒരു ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം പഞ്ചഭൂതങ്ങളെല്ലാം ഒരെണ്ണം വേഷം വരുമ്പോൾ താഴെ ഒരു 270 സെന്റിമീറ്റർ വരെയുള്ള പൊക്കമാവും. ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശമാണ്. ആകാശം അത് വീണ്ടും 6 അംഗുലമാണ്. ആകാശത്തിന് എപ്പോഴും 6 അംഗുലമാണ്. അപ്പോൾ 63 18 സെന്റിമീറ്റർ. 270 18 288 സെന്റിമീറ്റർ ടോട്ടൽ. അടുത്ത ആകാശം കഴിഞ്ഞാൽ വായുവാണ്. ആ ഓർഡർ തിരിച്ചങ്ങോട്ട് പോകും. വായു എന്ന് പറഞ്ഞാൽ 12 അംഗുലമാണ്. 12 3 36 സെന്റിമീറ്റർ. 288 36 കൂട്ടുമ്പോൾ 324 സെന്റിമീറ്റർ. അപ്പം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം, വായു, അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ 6 അംഗുലമാണ്. അല്ല സോറി, 12 6 18 അംഗുലം. കൂടി വരാണ് 18 അംഗുലം. 18 3 54 സെന്റിമീറ്റർ. 324 54 കൂട്ടുമ്പോൾ 378 സെന്റിമീറ്റർ വരും അഗ്നി. അപ്പം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം, വായു, അഗ്നി, ജലം വരും അടുത്തത്. ജലം 18 6 24 അല്ലെങ്കിൽ 1 ഗോൾ. അപ്പം 1 ഗോൾ എന്ന് പറയുമ്പോൾ 72 സെന്റിമീറ്റർ വരും. അപ്പം 378 72 കൂട്ടുമ്പോൾ 450 എഴുതിയെടുക്കാം. അപ്പം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അപ്പൊ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇങ്ങനെ ഈ അളവുകൾ അറിയാം. ഇങ്ങനെ കൂടി വരും. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ പറയുക. എഴുതി കഴിഞ്ഞിട്ട് അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, എല്ലാവരും എഴുതി. അപ്പൊ ഇതില് നമ്മൾ ഇത് നോക്കുക. വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾക്ക് സാധാരണ കൊടുക്കാറുള്ള അധിഷ്ഠാന പൊക്കം, ബേസ്മെന്റ് പൊക്കം സാധാരണ എത്ര കൊടുക്കാറുള്ളത്? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വീടുകളിൽ പണിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. സാധാരണ ഒരു ബേസ്മെന്റ് ഹൈറ്റ് എത്ര കൊടുക്കാറുള്ള? ആരെങ്കിലും പറയാം, അഡ്മിറ്റ് ചെയ്ത് പറയുക. സാധാരണ കൊടുക്കാറുള്ള ബേസ്മെന്റ് പൊക്കം ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ഹലോ, ആർക്കും അറിയില്ല? ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റും. സാധാരണ അവിടെ വാസ്തുവൊന്നും അല്ലാതെ ചെയ്യുമ്പോൾ ബേസ്മെന്റ് എത്ര പൊക്കം? 1.5 അടിയാണ് സാധാരണ കൊടുക്കുന്നത്. 1.5 അടി ബേസ്മെന്റ് പൊക്കം പലരും കൊടുക്കും, ചിലവ് അല്പം കൊടുത്താലും 1.5 അടിയാണ് സാധാരണ കൊടുക്കാറുള്ളത്. 1.5 അടി. 1.5 അടി എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം. വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾക്ക് സാധാരണ കൊടുക്കാറുള്ള അധിഷ്ഠാന പൊക്കം സമം 1.5 അടി, 1.5 അടിയാണത്. ഭിത്തിപ്പൊക്കം സാധാരണ എത്ര കൊടുക്കും? സാധാരണ കൊടുക്കാറുള്ള ഭിത്തിപ്പൊക്കം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ വന്നു വരാം. അതിൽ ഒരു ആവറേജ് ആയിട്ട് കൊടുക്കാറുള്ള ഭിത്തിപ്പൊക്കം എത്രയാണ്? 10 അടി അല്ലെങ്കിൽ 9.5 അടി. ചില 9 അടി വരെ കൊടുക്കുന്നുണ്ട്, 9.5 അടി കൊണ്ട് 10 ഉണ്ട്, ചിലപ്പോൾ 13 വരെ കൊടുക്കുന്നവരും ഉണ്ട്. എന്നാലും സാധാരണ ഒരു 9.5 അടി, ഒരു ആവറേജ് 9.5 അടിയാണ് സാധാരണ ഭിത്തിപ്പൊക്കം ഈ പ്രത്യേകിച്ച് നോക്കാതെ കൊടുക്കുന്നത്. കാരണം ഭിത്തിപ്പൊക്കം കൂടുന്നതോറും അത്രയും ചുടുകല്ല് കൂടുതൽ വേണ്ടി വരും, അതിന്റെ ലേബർ കൂടുതൽ വേണ്ടി. ഒരു വരി ചുടുകല്ല് വെച്ചാൽ തന്നെ അതിന്റെ അത്രയും കല്ല് വേണ്ടി വരും. അത് വയ്ക്കുന്നതിന്റെ ലേബർ ചാർജ് അതെല്ലാം കൂടിക്കൊണ്ടുവരും. അപ്പം 9 അടി 9.5 അടി വരെ കൊടുക്കാറുണ്ട്. സാധാരണ കൊടുക്കാറുള്ള 9.5 അടിയാണ്. അപൂർവം ചിലപ്പോൾ 10 അടിയും കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു അവറേജ് എടുക്കണം 9.5 അടി. അപ്പൊ പാദമാനം എന്ന് പറയുന്നത് അധിഷ്ഠാനവും ഭിത്തിയും കൂടെ നോക്കുക. 9.5 + 1.5 11 അടി വരും. സാധാരണ വരുന്നത് 11 അടി. 11 അടി പൊക്കമാണ് പാദമാനം വരുന്നത്. ഈ 11 അടി എന്ന് പറഞ്ഞാല് അതിന് സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 11 × 30.48 30.48 സെന്റിമീറ്ററാണ് ഒരടി. അപ്പോൾ 11 അടിയെ സെന്റിമീറ്റർ ആക്കാൻ 11 × 30.48 അത് 335.28 സെന്റിമീറ്റർ വരും. ഈ ഹൈറ്റ് നമ്മൾ അതിൽ ഏത് ഹൈറ്റ് വരും നോക്കുക. സാധാരണ ചെയ്യുന്ന ഈ പൊക്കം അത് പാദമാനം നമ്മളെ ഇപ്പൊ നേരത്തെ എഴുതിയതിനകത്ത് ഏത് ഭൂതത്തിൽ വരുമെന്ന് നോക്കുക. എനിക്ക് അതെടുക്കണേ.
അഗ്നിഭൂതത്തില് അഗ്നിഭൂതത്തിലാണ് വരുന്നത്. ഇത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നത് എല്ലാം അഗ്നിഭൂതത്തിൽ വരും. ഇപ്പൊ 9 അടിക്ക് വരെ 10 അടി എടുത്താലും ചിലപ്പോൾ കുറച്ചാലും ഒക്കെ എല്ലാം അഗ്നിഭൂതത്തിലാണ് വരുന്നത്. കാരണം അഗ്നിഭൂതം നമുക്കറിയാം. അടുത്ത നോക്കുക, ഇത് അഗ്നിഭൂതത്തിലാണ്. അതായത് 324 സെന്റിമീറ്റർ മുതൽ 378 സെന്റിമീറ്റർ വരെ അഗ്നിഭൂതമാണ്. അപ്പൊ ഇതിപ്പോ 335 11 സെന്റിമീറ്റർ കുറച്ചാലും, അതുപോലെ 335 30 65 40 ഒരു 40-45 സെന്റിമീറ്റർ കൂട്ടിയാലും എല്ലാം ഇത് അഗ്നിഭൂതി വരും. അപ്പൊ മിക്കവാറും ചെയ്യുന്ന വീടുകളെല്ലാം അഗ്നിഭൂതത്തിലാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അഗ്നിഭൂതത്തിൽ ചെയ്യുമ്പോൾ അവിടെ ഒന്നുകിൽ അഗ്നിയാൽ നശിക്കും, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് അഗ്നി കൊണ്ട് ഉരുകുന്നത് പോലെ അവരുടെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല, മനസ്സിന് ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്ക് ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത് അശുഭമാണ്. അഗ്നിഭൂതത്തിലായതുകൊണ്ട് ഇത് അശുഭമാണ്. വാസ്തു നോക്കാതെ ചെയ്യുന്ന വീടുകളൊക്കെ അശുഭമാണ്. ഈ വാസ്തു നോക്കുന്നതും കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞു. അതായത് പഞ്ചഭൂതാത്മകമായ പൊക്കത്തില് സാധാരണ വാസ്തു നോക്കാതെ ചെയ്യുന്ന വീടുകളൊക്കെ അഗ്നിഭൂതത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അതുവരെ നമ്മൾ ചെയ്തു. അടുത്ത ഇനി നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്ന അടുത്ത ക്ലാസ് എടുക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം വീടുകൾക്ക് എത്ര പൊക്കം കൊടുക്കണം, ഇപ്പൊ ചില തമ്പ് റൂളുണ്ട്, അതെങ്ങനെയാണെന്നുള്ള അടുത്ത. അത് 1-2 കാര്യങ്ങളുള്ളത്. 1, അഗ്നിഭൂതി വരാൻ പാടില്ല. പാദമാനം അഗ്നിഭൂതി വരാൻ പാടില്ല. 2, നമ്മുടെ ആ പൊക്കത്തിനെ, അതായത് 4 കൊണ്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന അളവ് ഒരു ശുഭമായിട്ടുള്ള ഇതായിരിക്കണം. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഇതായിട്ട് പറയാം. ഇപ്പൊ അത് ഇത് ഇത്രയും മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ അടുത്ത സംശയമാണ്. എന്തെങ്കിലും ഇന്നടുത്തതിലോ അല്ലെങ്കിൽ ഇന്നെടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയം ചോദിക്കാം. സംശയമൊന്നുമില്ല ആർക്കും? ഹലോ, ഓക്കെ. അപ്പം സംശയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിർത്താൻ. മണി 9:45 ആയി, നിർത്താം. അപ്പം അടുത്ത ക്ലാസ്സിന് നമുക്ക് ഇതിന്റെ അഗ്നിഭൂതത്തില് സാധാരണയുള്ള തമ്പ് റൂൾ അനുസരിച്ച് എങ്ങനെ കൊടുക്കാം എന്നുള്ള അടുത്ത ക്ലാസ് നമുക്ക്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഓഫ് ചെയ്യാണ്. നമസ്കാരം. നമസ്തേ.